ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. അപ്പൊ നല്ല ഉറക്ക, വിളിക്കണോ? വേണ്ട, ഉറങ്ങട്ടെ.
ഇല്ലാച്ചാ ദീപാരാധന കഴിഞ്ഞാൽ അമ്പലത്തിൽ എത്താൻ പറ്റില്ല. ചെക്കൻ മേക്കപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ അപ്പോ വാചോട് നിർത്തി ഒന്ന് ഇറങ്ങ്, ഞങ്ങൾ പോവാ. ഒരു മിനിറ്റ്. പൊതുവാള് മാഷെ കാണാൻ ഡൽഹിയിൽ നിന്ന് വരുന്ന സഹദേവൻ. അതെ, ആ വരൂ. ഞാൻ കറിയാച്ചനെന്ന് വിളിക്കും. മാഷ്ടെ സ്കൂളിലാ. ഇരിക്കൂ. നിങ്ങൾ ഉച്ച കഴിഞ്ഞ് വരുന്നാണല്ലോ മാഷ് പറഞ്ഞത്. ട്രെയിൻ കുറച്ച് ലേറ്റായി. അതൊരു പുതിയ കാര്യമല്ലല്ലോ. ഒരു ദിവസം ലേറ്റായി ഓടിയാലും അവിടെ കണക്കിൽ മണിക്കൂർ പെടില്ല. 1440 മിനിറ്റ് വൈകി ഓടുന്നു. കുട്ടിയെ കൊണ്ട് ഇരിക്കും മാഡം. എത്ര നേരമാ നിൽക്കുന്നേ? ഇതെന്റെ വൈഫ് മേരി. ഒരു അടുത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സാ. മേരി, ഇത് പൊതുവാള് മാഷയുടെ ഇന്റിമേറ്റ് ഫ്രണ്ട് മിസ്റ്റർ സഹദേവൻ. അത് മിസ്സിസ് സഹദേവൻ. അനില. എന്താ മോന്റെ പേര്? അപ്പു. അവൻ സംസാരിക്കില്ല. മാഷ സബ്ജക്ട് ഏതാ? സോഷ്യൽ സ്റ്റഡീസാ. ഞാൻ മലയാളമായിരുന്നു. വരൂ, കുട്ടി അകത്തോണ്ടേക്ക് എടുത്താം. നല്ല ഉറക്കക്ഷീണുണ്ടെന്ന് തോന്നുന്നു. വേണ്ട, യാത്ര ചെയ്തുകൊണ്ടാ. ഉറങ്ങാനുള്ള നേരം ആയിട്ടില്ല. എത്ര നേരം കണ്ട എടുത്തോണ്ട് നിൽക്കുന്നേ? വരൂ. മാഷ് കാലത്ത് മഞ്ചേരിക്ക് പോയതാ. ഒരു കേസിന്റെ വിധിയുണ്ടായിരുന്നു. ഒഴിച്ചുകൂടാൻ പറ്റാത്തതാ. അല്ലെങ്കിൽ പുള്ളിക്കാരൻ പോവില്ല. എന്നെ നിങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യം പറഞ്ഞു ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നേ. സാറ് പണ്ട് പൊതുവാള് മാഷോടെ സ്കൂളിൽ ജോലി ചെയ്യുന്നതാണല്ലേ? ഇപ്പൊ എന്തിനാ വർക്ക് ചെയ്യുന്നേ? മാഷ് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. ഇവിടത്തെ സ്കൂളിൽ 1 വർഷം വർക്ക് ചെയ്തു. പിന്നെ റിസൈൻ ചെയ്ത് ഡൽഹിക്ക് പോയി. ഇപ്പൊ അവിടെ ഒരു പത്ര ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അല്ലേലും ഇപ്പോഴത്തെ കാലത്ത് മാഷ് പണിയുണ്ടെന്ന് ഒരു കാര്യമില്ല. പിന്നെ എന്നാ ആൾക്കാർ നോക്കുമ്പോ ഒരു ജോലി. എന്റെ വീട് അങ്ങ് കാഞ്ഞിരപ്പള്ളിയിലാ. അവിടെ കുറച്ച് റബ്ബറും കുരുവളും ഒക്കെ ഉണ്ട്. ജീവിക്കാനുള്ള മുതൽ കിട്ടും. പിന്നെ മേരിയുടെ നിർബന്ധം കൊണ്ടാ. അല്ലെങ്കിൽ ഞാനതൊക്കെ ഇട്ടേച്ച് പോയേനെ. ഊണിന് നിങ്ങൾ ഇറച്ചിയും മീനും കൂട്ടുവോ? അങ്ങനെയൊന്നുമില്ല. ബുദ്ധിമുട്ടായോ? ഏയ്, എന്നാ ബുദ്ധിമുട്ട്? എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആവാഞ്ഞത് നിങ്ങളുടെ ഭാഗ്യം. അല്ലെങ്കിൽ ഈ സർവീസ് ഒക്കെ ഖറിയാച്ചന്റെ പണിയായേനെ. ഡൽഹിയിൽ നിന്ന് ഒരാള് വരുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ വേഷമൊന്നും അല്ല പ്രതീക്ഷിച്ചേ. മാഷ്ടെ വീട്ടിലെ സൗകര്യക്കുറവ് കൊണ്ടാ നിങ്ങളുടെ താമസം ഇവിടെ ആക്കാമെന്ന് വെച്ചേ. അല്ലേലും 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് ഇത്ര ഒരു വീട് വെക്കാൻ എത്ര രൂപ വേണമെന്നാ? ഇതിന്റെ തടിയെടുത്ത് വിറ്റാ കിട്ടും ഇപ്പോഴത്തെ 3 വീട് വെക്കാനുള്ള കാശ്. പഴയ ഒരു നായർ തറവാട് ഭാഗം വെച്ച് തലതല്ലി പിരിഞ്ഞു. ഈ മുറി തുറക്കാറില്ല. അവിടെ ഒരു കൊലപാതകം നടന്നാണെന്നാ പറയുന്നേ. സ്വത്ത് ഭാഗം വെക്കാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ മൂത്ത ഏട്ടത്തിയെ ഒരു അനുജത്തിയും കെട്ടിയോനും കൂടി ചേർന്ന് കഴുത്ത് ഞെരിച്ചു കൊന്നു. അവരൽപ്പം പിശകുമായിരുന്നെന്നാ നാട്ടുകാര് പറയുന്നേ. മാഷ് വരെ എന്താ അത്ര വൈകുന്നത്? ദേവേട്ടാ, എനിക്ക് ഓപ്പോൾ ഇവിടെ എല്ലാം നിൽക്കണ പോലെ തോന്നുന്നു. ഒന്നുമില്ല, എന്റെ കുട്ടിക്ക് ഇതൊക്കെ വെറുതെ തോന്നാ. ദീപം 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 ദീപം.
ഇരിക്കൂ. ഞാൻ വരാൻ വൈകിയോ? ഒരു കേസിന്റെ വിധി ഉണ്ടായിരുന്നു മഞ്ചേരി കോടതിയിൽ. നിന്റെ ടെലിഗ്രാം മിനിഞ്ഞാന്ന് കിട്ടി. എത്ര ദിവസത്തെ അവധിയുണ്ട്? ഒരാഴ്ച. വേണമെച്ച എക്സ്റ്റെൻഡ് ചെയ്യാം. പുഴയ്ക്കക്കരെ എവിടെയോ അയ്യപ്പൻ പാട്ട് നടക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഈ വീടിന്റെ മുറ്റത്ത് അല്ലേ? അക്കാഡമി അവാർഡ് വാങ്ങാൻ നീ വരുന്നു വിചാരിച്ചു. ഞാൻ തൃശ്ശൂർ സ്റ്റേഷനിൽ കാത്തു നിന്നിരുന്നു. വന്നില്ല. അനില ഉറങ്ങി. നീ ഈ വീടിനെ വെറുക്കണു. എന്നിട്ടും നിനക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പു ഈ പുഴയുടെ തീരത്ത് ബലിയിട്ടാലേ അനിലയ്ക്ക് മനഃശാന്തി കിട്ടൂ എന്ന് പറഞ്ഞപ്പോ നീ യാത്രയ്ക്ക് പുറപ്പെട്ടില്ലേ? നിന്റെ സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിപ്പിച്ചു എന്ന് നീ വിശ്വസിക്കുന്ന പെൺകുട്ടി നിന്റെ കുട്ടിയുടെ അമ്മയായപ്പോ നീ അവളെ സ്നേഹിച്ചില്ലേ? മനസ്സറിയാതെങ്കിലും. മനസ്സറിയാതെയല്ല മാഷെ, അറിഞ്ഞുകൊണ്ട് തന്നെയാ. അപ്പുവിന്റെ അമ്മയായതുകൊണ്ടല്ല, എന്റെ ഭാര്യ ആയതുകൊണ്ടുമല്ല. എല്ലാം സ്നേഹത്തിന് വേണ്ടിയായിരുന്നു എന്ന് വൈകിയാണെങ്കിൽ അറിഞ്ഞപ്പോ സ്നേഹിച്ചു പോയി, എന്റെ ജീവനേക്കാ. എന്നിട്ടും എന്റെ മകൻ എന്നെ അച്ഛാന്ന് വിളിച്ചു കേൾക്കാൻ, എന്റെ ഭാര്യ ഒന്ന് ചിരിച്ചു കാണാൻ ഞാൻ എന്ത് പാപം ചെയ്തു മാഷെ? ദേവാ, നിന്റെ മനസ്സ് എനിക്ക് കാണാൻ കഴിയും. ഒന്നും ആരും കൽപ്പിച്ചു കൂട്ടിയല്ലോ. ഇനി വൈകില്ല, ഇറങ്ങാ. രാവിലെ കാണാം. വേലിയിടാൻ തന്ത്രി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പേ, ഇതെന്തൊരു ഉറക്കാണ് എന്റെ കുട്ടിയെ? നേരെ എത്ര അയച്ചിട്ടാ? പഠിക്കാൻ ഒരുപാടുണ്ട്. നേരത്തെ വിളിക്കണമെന്ന് പറഞ്ഞു കിടന്ന ചെക്കനാ. എടാ എടാ അപ്പേ, എടാ ചെക്ക എഴുന്നേക്കാൻ. എഴുന്നേക്കടാ അങ്ങോട്ട്. എന്തോപ്പണേ, ഒരൊറ്റ മിനിറ്റ്, ഇപ്പൊ എഴുന്നേക്ക പ്ലീസ്. ഒന്നെങ്കിലും ഒന്ന്. ഞാൻ അടുക്കളയിൽ നിന്ന് തിരിച്ചു വരുമ്പോ എഴുന്നേറ്റില്ലേ അച്ഛാ? തലയിൽ വെള്ളം കോരി ഒഴിക്കണുണ്ട് കേട്ടോ. നാരായണ 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 നാരായണ.
ആ ഓപ്പോയുടെ വാച്ച് ഇന്ന് തന്നെ മെക്കാനിക്കിനെ കാണിക്കാൻ. രാത്രി 2 മണിയാകുമ്പോ അതിന് 4 മണിയാ. വാച്ച് നന്നാക്കാനല്ല ഇപ്പൊ പോണത്. നാളെ മുതല് കിടക്കണേന് മുമ്പ് ഒരു കുടം വെള്ളം കോരി മുറിയിൽ വെക്കും. അപ്പം നോക്കാലോ വെയിൽ ഉറയ്ക്കുന്നവരെ എങ്ങനെ ഉറങ്ങാന്ന്. പിന്നു ആ പശുവിന് കച്ചി വലിച്ചിട്ട് കൊടുത്തോ? പാതിര കഴിയണവരെ അത് കിടന്ന് അമറുകായിരുന്നു. കൊടുത്തമ്മേ. ആ ശ്രീകരം, പ്രായമായ പെൺകുട്ടികളെ ഉറക്കണീറ്റ് വരുന്ന നേരായത്. ആ അടുക്കളയിലേക്ക് ചെല്ലെന്റെ കുട്ടിയെ. അടുക്കളയിൽ ഇപ്പൊ എത്ര ആള് വേണമെന്ന് ഓപ്പോളുണ്ടല്ലോ. ഓപ്പോൾക്ക് സ്കൂളിൽ പോണ്ടേ? കുട്ടി ചെന്നാ പാത്രമൊക്കെ ഒന്ന് മോറി വെക്കാം. പാത്രമൊക്കെ മോറി വെച്ചമ്മേ. കുട്ടിയൊന്ന് കാപ്പി എടുത്ത് കുടിച്ചോളൂ. മതി മതി, ഒരു വാലിന്റെ കുറവുകൂടിയേ ഉള്ളൂ. ഈയിടെ ചെക്കനെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുള്ള തിരിഞ്ഞുകളി ഇത്തിരി കൂടണുണ്ട്. ഓപ്പോൾ എന്തായി കരുതിയിരിക്കണത്? പൊന്നാനി ഹൈസ്കൂളിൽ പഠിച്ച പീക്കിരി അപ്പുക്കൊണ്ടെന്നല്ല ഞാനിപ്പോ. പിന്നെ കോളേജിന് എനിക്ക് അല്പം ഗ്ലാമർ ഒക്കെ ഉണ്ട്. ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടാൽ ഓഡിറ്റോറിയം നിറഞ്ഞു കവിയുക. യൂണിയൻ നേതാക്കന്മാർ എന്റെ പിന്നാലെ നടക്കുക. ഞങ്ങളുടെ യൂണിയന് വേണ്ടി മത്സരിക്കൂ, ഞങ്ങളുടെ യൂണിയന് വേണ്ടി മത്സരിക്കൂ എന്നും പറഞ്ഞ്. ഞാൻ നോമിനേഷൻ കൊടുത്ത ആർട്സ് ക്ലബ് സെക്രട്ടറി ആവുന്നുള്ള കാര്യം ഉറപ്പാണ് അവർക്ക്. അതെന്താ, മറ്റാരും മത്സരിക്കാനില്ലേ? അത് ഓപ്പോൾ എനിക്കിട്ടൊന്ന് കൊട്ടുവരുന്നല്ലോ. ഓപ്പളെ കഴിഞ്ഞ ഗാന്ധി ജയന്തി. മതി 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 മതി, നിന്റെ പുളു കേട്ടുന്നാ സ്കൂളിൽ ഹെഡ്മാസ്റ്ററുടെ ചീത്ത കേൾക്കേണ്ടി വരും. ഇന്ന് ചോറ് വേണ്ട ഓപ്പളെ, ഉച്ച കഴിഞ്ഞ് ഒരേ കാണും. അതൊന്നും സാരമില്ല, ഉച്ച കഴിഞ്ഞ് ഒരവറുണ്ടല്ലോ. ഊണ് കഴിക്കാണ്ട് അലഞ്ഞു നടക്കാൻ നിക്കണ്ട. വേണ്ട ഓപ്പോളെ, ഞാൻ പറയണത് കേക്ക്. ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാനിങ്ങ് വരാം. ഞാൻ എന്റെ അപ്പുനെ ആദ്യമായിട്ട് കാണുന്നല്ലോ. ചോറില്ലാണ്ട് എന്റെ കുട്ടി ഇന്ന് പോയില്ല. പാത്രം കൊണ്ടോ മടിയാച്ചാ സ്കൂൾ വരെ ഞാൻ എടുത്തോണ്ട് വരാം. ഇനി അതുകൊണ്ട് ക്ഷീണിക്കണ്ട, വാ. അനി, കുറച്ചു കഴിഞ്ഞാ പശുവിനെ പിന്നാമ്പറത്തെ തൊടിയിലേക്കൊന്ന് മാറ്റി കെട്ടും. ശരി ഒപ്പളെ. പിന്നു, എന്റെ എണ്ണ തീർന്നിട്ട് 3 ദിവസമായി. രാഘവന്റെ മരുന്ന് പീടിയ ഇന്ന് തുറക്കുമോ ആവോ? ഞാൻ ഇന്നലെ നോക്കിയതാണ് അമ്മമ്മേ. തുറന്നു വെച്ചാ വാങ്ങിക്കോ. കുറച്ച് രാസനാദി കൂടി വാങ്ങിച്ചോ. ജലദോഷത്തിന്റെ ഒരു ശീലായ്മ. ശരി. ആ പിന്നെ ഇന്നലെ പള്ളിക്കുന്നത്തെ മാലതിയുടെ മോടെ കല്യാണം പറയാൻ ഇവിടെ വന്നിരുന്നു. അനിലയുടെ കൂടെ പഠിച്ചതാ കുട്ടി. കിഷന്റെ അമ്പലത്തിൽ വെച്ചാ ഈ മാസം 10-ാം തീയതി. ഇവിടെ ഗൗരിയുടെ കല്യാണത്തിന് 200 ഉറുപ്പിക തന്നതാ. ഇപ്പൊ നമ്മളും അതുപോലെ എന്തെങ്കിലും കൊടുക്കണ്ടായോ? നിങ്ങളുടെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് ഈ മാലതിയുടെ നായർ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇവിടെ വന്ന് അഭിപ്രായം ചോദിക്കുമായിരുന്നു. 10-ാം തീയതി അല്ലേ അമ്മമ്മേ? ഇനിയും ദിവസം ഉണ്ടല്ലോ. അതല്ല മോളെ. ഓപ്പളെ, വേഗം നടന്നില്ലെങ്കിൽ സ്കൂളിൽ ബല്ലടിക്കും. നോക്കാം അമ്മമ്മേ. വരട്ടെ അമ്മമ്മേ. ആ, കുറച്ചു നേരം കൂടെ അവിടെ നിൽക്കാന്ന് വെച്ചാ പള്ളിക്കുന്നത്തുകാരുടെ കുടുംബചരിത്രം മുഴുവൻ കേൾക്കായിരുന്നു. മാധവിയടുത്തിയുടെ ഭർത്താവിൽ തുടങ്ങി അമ്മമ്മ തന്ത്രപൂർവ്വം അത് പൂത്തോട്ടുകാരിൽ എത്തിക്കും. പിന്നെ ചാവേർപടയ്ക്ക് പോയ വേലുണ്ണി അമ്മാവൻ 30 സത്യായിരത്തിന് പോയ കിട്ടുണ്ണിയേട്ടൻ എന്ന് വേണ്ട. പൂത്തോട്ട വീരശൂര പരാക്രമികളുടെ ലിസ്റ്റ് അങ്ങനെ നീണ്ടു പോകും. അല്ലാണ്ട് ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കാനല്ല ചെക്കൻ വണ്ടി പോണത്. എന്ത് 9:30 BMTക്ക് അധികാരിയുടെ മോള് കയറി പോവോന്ന് ഒരു സംശയം അപ്പൂന്. അത്രേ ഉള്ളൂ. അതിനെ അപ്പു ഒന്നുകൂടി ജനിക്കണം. കഥാപുസ്തകം തന്നപ്പോ അതിലൊരു എഴുത്തെഴുതി തന്നത് വെച്ച് പിന്നാലെ നടക്കാനൊന്നും പൂത്തോട്ട അപ്പൂനെ കിട്ടില്ല. ഓ, എന്റെ അടുത്ത് ഈ പുളു ഒന്നും വേണ്ട എന്റെ കുട്ടിയെ. നമസ്കാരം ടീച്ചറെ. ആ, വാടാ. ഇല്ല, നീ പൊയ്ക്കോ, ഞാൻ ബസ്സിന് വന്നോളാം. തെക്കേ പറമ്പിലെ ശശിയുടെ കയ്യില എന്റെ റെക്കോർഡ് ബുക്ക്, അത് വാങ്ങണം. തെക്കേ പറമ്പിലെ ശശി അതിനും കാലത്തിന്റെ കോളേജ് പോയല്ലോ. ടീച്ചറെ, ഇത് കേസിട്ട് വരാ. പറയട്ടെ, 9:30 BMTയിലെ ചുറ്റിക്കളി. അറിയാം. റിസൾട്ട് വരുമ്പോഴാ. ഫസ്റ്റിൽ ഫസ്റ്റാ, നോക്കിയോ. വൈകിട്ട് അപ്പോൾ കാത്തു നിൽക്കണ്ട, ഞാൻ വരാൻ കുറച്ച് വേഗം. അധികം വൈകണ്ട, അമ്മമ്മ ചീത്തറി കിട്ടോ. ശരി, വരട്ടെ ടീച്ചറെ. അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. ഇതെന്താണെന്ന് പറയാമോ? ഇതെന്താ? എന്ത്? അല്ല, കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റാത്തതും കൃത്യമായി നിർവചനം പറയാൻ പറ്റാത്തതുമായ ഇതുപോലുള്ള അപൂർവം ചില സൃഷ്ടികളെ
മോഡേൺ ആർട്ട് അഥവാ ആധുനിക കല എന്ന് പറയുന്നു. ഇത് ആര്യദ്രാവിഡ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പിക്കാസോ, രവിവർമ്മ, വാൻഗോഗ്, മൈക്കലാഞ്ചലോ മുതലായവരും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നാടിന്റെ അഭിമാനമായ ബ്രസ്ലക് എന്ന ഞാനും ഈ രീതിയിലുള്ള അപൂർവം ചില സൃഷ്ടികൾ നടത്താറുണ്ട്. ഇനി നമുക്ക് വേറൊരു ചിത്രം വരയ്ക്കാം. എന്തേ, ആധുനിക കല മടുത്തോ? ഹെഡ് മാസ്റ്റർ എന്നുള്ള പോട്ടെ, ഈ നാട്ടുകാരൻ എന്നുള്ള നിലയിൽ കാശ് കൊടുക്കുന്നതിന് മുമ്പ് ടീച്ചർക്ക് എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നു. ഇതിവിടെ പുതിയ കാര്യമൊന്നുമല്ല. ഇല്ലാത്ത പോസ്റ്റിൽ ആളെ കാശ് മേടിച്ച് നിയമിക്കുക, AEO പിരിച്ചുവിടുക, പിന്നെ ജോലി ഉറപ്പുവരുത്താൻ വേണ്ടി അധ്യാപകർ കുട്ടികളെ തപ്പി നടക്കുക. ഇന്ന് വിനോദിന് എന്താ ലേറ്റായി? സാർ, അത് ഞാൻ കുറച്ച് വൈകി. അത് മനസ്സിലായി. ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല സാർ. ശരിക്കും മോളിയുടെ ജോലിക്ക് ഇപ്പൊ എന്താ പ്രശ്നം? AEO വന്നു പോയപ്പോ എനിക്കിവിടെ ജോലിയില്ല. 15 കുട്ടികളോട് ഉണ്ടെങ്കിലേ എനിക്ക് ജോലി ഉണ്ടാവും. ഒരു പരിചയമില്ലാത്ത ഈ അന്യ നാട്ടിൽ വന്ന് ഞാൻ എങ്ങനെ കുട്ടികളെ ക്യാൻവാസ് ചെയ്യും? സാരമില്ല മോളെ, എല്ലാം ശരിയാവും. എന്നെ കൊണ്ടാവണ പോലെ ഞാൻ സഹായിക്കാം. എന്റെ കാര്യം ഓർക്കുമ്പോഴല്ല ടീച്ചർ വിഷമം, വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോ. മാനേജർ ഇപ്പൊ എന്ത് പറയുന്നു? അയാൾ വരാറില്ല. അയാളുടെ മകൻ എല്ലാം ശരിയാക്കാൻ DDയെ കാണാൻ പാലക്കാട്ടിന് പോണോന്ന് പറഞ്ഞിരിക്കുക. ഉത്തരവാദിത്വമില്ലാതെ സംസാരിക്കരുത്. പണം വാങ്ങിയ ജോലി കൊടുക്കാനുള്ള ബാധ്യത നിങ്ങളെയാ. മാഷെന്നെ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിക്കുക. സ്കൂളിൽ കുട്ടികളില്ലാണ്ടായത് എന്റെ കുഴപ്പം കൊണ്ടാ. നിങ്ങൾ വരുന്നതിന് മുമ്പിരുന്ന നാരായണൻകുട്ടി മാഷിന്റെ കാലത്ത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. മുമ്പിരുന്ന നാരായണൻകുട്ടി മാഷ്ടർ മഹാത്മ്യൊന്നും എന്നോട് പറയണ്ട. പുരാണമൊക്കെ എനിക്കും അറിയാം. അതുപോലൊരു ഹെഡ്മാഷയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അതിനെന്നെ കിട്ടില്ല. ശമ്പളം പറ്റുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. എനിക്ക് ശമ്പളം തരുന്ന സർക്കാരാ. ആ സർക്കാർ പറയുന്ന ജോലി ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്ന പോലെയൊക്കെ തുള്ളാൻ രാഘപൊതുവാളിനെ കിട്ടില്ല. അച്ഛനോട് പോയി ചോദിക്കൂ, മൂപ്പര് പറഞ്ഞു തരും എന്നെ പറ്റി. ശരി. ഇതെത്രയാ? 24. ആ, ഇതോ? 32. 32. 40. 40. ഇത് 48. ഞാൻ പറയണ ദിവസം ടീച്ചർ സർട്ടിഫിക്കറ്റായിട്ട് വന്നാ മതി. അതെ, പേടിക്കൊന്നുമില്ല, എല്ലാം ശരിയാക്കാം. ശരി. %99 പോളിസ്റ്റർ. തനി ജർമ്മനി. ആ, നല്ല സ്വയംബൻ സാധനം, മെയ്ഡ് ഇൻ ജപ്പാൻ. ദാ ഇത് കണ്ടോ, താനി തങ്കോൺ ജപ്പാനിൽ നേരിട്ട് വരുത്തണല്ലേ. നമ്മുടെ ഡീലിങ്സ് അങ്ങനെയാണേ. എടുത്തോ ടീച്ചറെ. ഞമ്മക്ക് ഉളാപ്പാക്ക് ഒരു കാര്യമുണ്ട്, ഈ തട്ടിപ്പും വെട്ടിപ്പൊന്നും അറിയാൻ പാടില്ല. അല്ല, അതറിയാമെങ്കിൽ തന്നെ നിങ്ങളടുക്ക ചിലവാകൂലെന്ന് ഞമ്മക്കറിയാം. ഇത് ഫോറിൻ തന്നെയാണോ? സംശയം ഉണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു നൂലെടുത്ത് കത്തിച്ചു നോക്കി. കത്തിക്കഴിഞ്ഞാൽ നൂല് ബാക്കി ഉണ്ടാവൂല. അല്ലാതെ അല്ലപ്പാ, കത്തൂല്ല, ഉരുകയുള്ളു. ഞങ്ങളുടെ മനസ്സാ ഉരുകുന്നത്. എത്ര രൂപ അതിന്? 300 രൂപ. ഈ സ്റ്റിക്കറിനൊക്കെ എന്തൊരു വിലയാന്നറിയോ? കുന്നുകുളം വരെ പോവാ, സ്റ്റിക്കർ മേടിച്ച് ഒട്ടിക്കുക, ഇതൊക്കെ ചെലവല്ലേ? ആഹാ, മാഷിക്ക് വേണ്ടെങ്കിൽ മാഷ് വാങ്ങണ്ട. ടീച്ചറെ, നിങ്ങൾ ഇന്നാളി പറഞ്ഞ അനിയത്തിക്കുട്ടീന്റെ സാരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെടുത്തോളൂ, ടീച്ചർക്ക് നന്നായി ചേരും. മോളി ടീച്ചർ പറഞ്ഞ് വളരെ ശരിയാണ്. ടീച്ചർക്കും വേണമെങ്കിൽ എടുക്കാം. ടീച്ചർക്കും നന്നായിട്ട് ചേരും. ബഷീറെ, ഈ കിശ പറഞ്ഞ കണ്ട സാരി എടുത്താ? ഇക്ക, ഇനി വരുമ്പോ നല്ലൊരു ഷർട്ടിന്റെ പീസ് കൊണ്ടുവരണം. അപ്പൂനാ, ഈ ഓപ്പോളുടെ സെലക്ഷൻ അല്ലെങ്കിലും കലക്കനായിരിക്കും. എനിക്കിഷ്ടായി. ഈ മാസികയുടെ പുറത്തേക്കുള്ള പരസ്യമില്ല, അതുപോലെ ഇരിക്കുന്നു. ഏത് കുരങ്ങത്തികളെയും സുന്ദരികളാക്കുന്ന സാരിത്തരങ്ങൾ എന്ന് ക്യാപ്ഷൻ. ഓടാ കാര്യം കുരങ്ങ, കണ്ണാടി പോയി നോക്ക്, ആരോ കുരങ്ങനെ പോലെ ഇരിക്കുന്നെന്ന്. അതിന് നീ നോക്കണ്ടേ? ഞാൻ നോക്കി എങ്ങനെ ശരിയാവണേ? നല്ല സാരി ആയിരുന്നു. അപ്പോ മതി കേട്ടോ. വെറുതെ അടി, അവൻ അസൂയ. നിനക്ക് നന്നായി ചേരുന്നുണ്ട്. വല്ലപ്പോഴും ഒരിക്കൽ ഓപ്പോളൊരു സത്യം പറയും.
നേര് പറഞ്ഞാ ഞാൻ കരുതി വല്ല സിനിമ നടിയായിരിക്കും എന്നാ. ഉർവശിയോ ശോഭനയോ അല്ലേ? നമുക്ക് സിനിമയിൽ കൈ നോക്കിയാലോ? നിനക്കാവുമ്പോ ഒരുമാതിരി അഭിനയൊക്കെ അറിയാൻ ചെയ്യാലോ. നേരാ, ബസ് സ്റ്റോപ്പിലും അമ്പലക്കടവിലൊക്കെ അഭിനയിച്ച് നടക്കുന്നുണ്ടല്ലോ. ഓപ്പോളുടെ സാരി എവിടെ? എനിക്കിഷ്ടായതൊന്നും ഇല്ലായിരുന്നു. ഒന്നുമല്ല, ഇന്നാൾ അമ്മമ്മയ്ക്ക് 1.5 മുണ്ടും വാങ്ങിയപ്പോൾ ഇത് തന്നെയാ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ പുതിയ സാരി ഓപ്പോൾക്കല്ലേ ആവശ്യം? ഞങ്ങൾക്ക് മാറി മാറി ഉടുക്കാലോ. പള്ളിക്കുന്നത്തെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ തരൂ, ഇല്ലെങ്കിൽ പുത്തമ്മണം പോവും. അതിന് പള്ളിക്കുന്നത്തെ കല്യാണത്തിന് ഇവിടുന്ന് ആരും പോകുന്നില്ലല്ലോ. ഞാനും അമ്മമ്മയും പോണുണ്ട്. പൂത്തോട്ട് നിന്ന് ആരും പള്ളിക്കുന്നത്തെ കല്യാണത്തിന് പോവില്ല, അത് ഉറപ്പാ. ഓ, ഒരു പ്രമാണി. നീയാണോ തീരുമാനിക്കുന്ന ആര് പോണം വേണ്ടെന്ന്? എടാ, നിന്റെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് ഈ പള്ളിക്കുന്നത്തുകാരുമായി എന്ത് ലോഹ്യത്തിലായിരുന്നെന്ന് അറിയാമോ നിനക്ക്? ഗൗരിയുടെ കല്യാണത്തിന് മാലതി 200 രൂപ കവറിട്ട് എന്റെ കയ്യിലാ കൊണ്ട് തന്നത്. അച്ഛനുള്ള കാലത്ത് പൂത്തോട്ടുകാരുടെ കൃഷി നോക്കി നടത്തിയും കാര്യക്കാരൻ ചമഞ്ഞും നന്നായി കട്ടുകൊണ്ട് പോയിട്ടുണ്ട്. അതിന്റെ ഒരു കോണി പെടില്ല ഈ 200 രൂപ. ഛേ, തോന്നിയാസം പറയുന്നോട് ആസത്തെ. ചുമ്മാതല്ല നിന്റെ കണ്ണു തെളിയുന്നതിന് മുമ്പേ തന്തയും തള്ളയും പോയത്. കലികാലത്ത് പറഞ്ഞ അസുരവിത്ത്. അമ്മമ്മേ, ആനയും അടിയാമാരൊക്കെയുള്ള പൂത്തോട്ടുകാരുടെ കാലം കഴിഞ്ഞു. ഇപ്പൊ ഇരിക്കുന്ന ഓപ്പോള് സ്കൂളിൽ പോയി പഠിപ്പിച്ച് കിട്ടുന്ന കാശ് കൊണ്ടാ 3 നേരം ആഹാരം കഴിക്കുന്നത്. അത് മറക്കണ്ട. കല്യാണത്തിന് പുടമുറിക്കും വാരിക്കോരി കൊടുക്കാനേ ഇവിടെ ഒരു വകയില്ല. അമ്മ മിണ്ടാട്ടൊരു ഭാഗത്തിരിക്ക. എടാ അപ്പോ, എടാ ഊണ് കഴിക്കാൻ. അപ്പോ ആവൂ, പോയിട്ടില്ല. ഒന്ന് വേഗം വാടി. വരുമല്ലേ? ആ പിള്ളേരെ പെരുക്ക് വേഗം വാ, വരാൻ. ഓപ്പോളെ, അമ്മമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്? ഒരു നീർവീഴ്ച, അത് മാറിയല്ലോ. എന്തായാലും വീഴ്ചയല്ലേ, സൂക്ഷിക്കണം. സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്ന് പറഞ്ഞപ്പോഴാ ഞങ്ങള് വിവരം അറിയുന്നത്. ഇന്നലെ രാത്രി ചേരട്ടൻ ഉറങ്ങിയിട്ടേ ഇല്ല. അയ്യോ, അതെന്താ ടെൻഷൻ? ഞാനിന്ന് കോയമ്പത്തൂർക്ക് പോകാനിരുന്നതാ. അമ്മമ്മയുടെ അസുഖവിവരം അറിഞ്ഞ ഉടനെ ചേട്ടൻ കോയമ്പത്തൂർ പോക്ക് മാറ്റിവെച്ച് കടയടച്ചൊരു ഒറ്റ പിന്നെ ഓട്ടായിരുന്നു. ഇവിടെ വന്നാ നിന്നത്. പിന്നെ വിനോദിനെ അന്ന് പറഞ്ഞ കാര്യം എന്തായി? ഞാൻ കടയൊന്ന് വിപുലപ്പെടുത്താൻ പോവുക. പുറത്തു നിന്ന് നോക്കിയാൽ ഒരു ചെറിയ കട, പക്ഷെ ഉള്ളിൽ വിശാലമായ ഒരു ഹോൾ. ബോംബെയുടെയും വിമൽ, ഗോളിയർ മുതലായ കമ്പനികളുടെ വിപുലമായ വസ്ത്രശേഖരം. ഗൗരി ടെക്സ്റ്റൈൽസ്, അടയ്ക്ക, പുത്തൂർ. ഇതെല്ലാം വിനോദിനിയുടെ വാക്കിന്റെ ഒറ്റ ബലത്തിലാ. ഞാൻ രണ്ടും കൽപ്പിച്ചെടുത്ത് ചാടിയിരിക്കുക. അതേ ബലത്തിൽ തിരിച്ചു ചാടുന്നല്ലേ ഭംഗി? അളിയൻ ഇതിൽ ഇടപെടാതിരിക്കുന്നതല്ലേ കൂടുതൽ ഭംഗി. ഇത് വിനോദിനെ ഏറ്റ കാര്യമാ അല്ലേ വിനോദിനെ? ഒരാഴ്ച കൂടി ക്ഷമിക്കണ്ട ശേഖരേട്ടാ. PF ലോണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കിട്ടിക്കോട്ടെ. എന്നാ വാഗവരി, നമുക്ക് പോവാം. വന്നതല്ലേ ശേഖരേട്ടാ, അമ്മമ്മ ഒന്ന് കണ്ടിട്ട് പോ. അമ്മമ്മയുടെ അസുഖം. ഓ, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ. അമ്മമ്മേ വാ. പാവ അമ്മമ്മ. എന്താ ടീച്ചറെ തിരക്കിട്ട് എഴുതണത്? ടീച്ചിങ് നോട്ടാ. ഇന്ന് തിങ്കളാഴ്ചയല്ലേ? കഴിഞ്ഞ ആഴ്ച ഞാൻ കാണിച്ചില്ല. മാഷി ചീത്ത വിളിക്കും. ഇപ്പൊ വരാം. ദാ. ആ. ആ. വരൂ. ദേവൻ, ജോലി കാളില്ലാതെ വലിയ കഷ്ടമാണെന്നേ. എന്തെല്ലാം ജോലി ചെയ്തു? അത് ശരിയാ. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ. ഞാൻ സഹദേവ മാഷയുടെ പേരിൽ ആൾമാറാട്ടത്തിന് കേസ് കൊടുക്കാൻ പോവാ. പോയ മാഷ് നാരായണൻകുട്ടി മാഷ് അസുഖം സാറിനും തുടങ്ങിയോ? കള്ളക്കേസ് കൊടുക്കല്? ദേവനന്ദനൻ എന്ന സാഹിത്യകാരൻ സഹദേവൻ എന്നുള്ള പേരില് 4 ദിവസമായി നമ്മെ കബളിപ്പിക്കണു. ദേവനന്ദനോ? അതാരാ? അത് തനിക്കറിയില്ല. പണ്ട് കൊച്ചി ഭരിച്ചിരുന്ന ഒരു രാജാവാ. പിന്നെ ഞാൻ എങ്ങനെ അറിയാനാ? നമ്മുടെ വിഷയം ഡ്രോയിങ് അല്ലേ? വലിയ ഡ്രോയിങ് മാഷ അത്രേ. ദേവനന്ദനെ അറിയില്ല. തന്റെ പരിപാടി എനിക്ക് പിടി കിട്ടി. ആളെ അറിയിക്കാതെ മാറി നിന്ന് ഞങ്ങളൊക്കെ ക്യാരക്ടർ സ്റ്റഡി ചെയ്യുക, എന്നിട്ട് അടുത്ത കഥയിൽ ഞങ്ങളൊക്കെ കഥാപാത്രങ്ങളാക്കി മാറ്റാം. ഏയ്, അങ്ങനെയൊന്നുമില്ല.
സത്യം പറഞ്ഞ ഞാൻ തന്റെ ഒരു ആരാധകന. വിനോദിന് പറഞ്ഞിരുന്നു കൂടെ പഠിച്ചാണെന്ന്. അല്ല, ഒരു നോവൽ എഴുതി എത്ര പൈസ കിട്ടും? അത് അതിന്റെ വലിപ്പം പോലെ ഇരിക്കും. അപ്പം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കയറിനൊക്കെ കണ്ടമാനം കാശ് കിട്ടി കാണുമല്ലോ മൂപ്പർക്ക്. വിവരക്കേട് പറയാതെ മാഷേ, കയറ് നോവലല്ല, TV സീരിയലാ. പക്ഷേ ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. ഓഫീസിൽ പോലും സംസാരിക്കാം. വരൂ. വിനോദിനി എന്നെ ഈ ഭാഗത്ത് മുഴുവൻ നാറ്റിച്ചു കളഞ്ഞല്ലോ. ഒരു നോവലിസ്റ്റ് അടുത്ത ചങ്ങാതിയാണെന്ന് പറഞ്ഞ അതിന്റെ ക്രെഡിറ്റ് എനിക്കുണ്ടല്ലോ. കുട്ടികൾക്കൊക്കെ ദേവന് വളരെ ഇഷ്ടായി. നടപ്പല്പം മെല്ലെയാക്കിയ അപ്പനെയും കൂട്ടാം. ഓ. അതാ പതിവ്. പിന്നെ ഞാൻ ഇന്ന് തന്നെ വീട്ടിലേക്ക് വരണോ? കൊള്ളാം. 4 ദിവസമായി ഞാൻ അമ്മമ്മയുടെ ചീത്ത കേൾക്കണു. ദേവൻ വിളിച്ചോണ്ട് വരാത്തതിന്. ഓപ്പളെ, അപ്പുന് ഈ ആളെ മനസ്സിലായോ? പിന്നെ എനിക്ക് ദൂരെ നിന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി. ഓപ്പളെന്നല്ലേ വീട്ടിൽ പറഞ്ഞു ദേവട്ടൻ ജോയിൻ ചെയ്ത കാര്യം. അപ്പൂന് നിങ്ങളുടെ അച്ഛന്റെ തനി ചായയാണല്ലോ. അല്പം കഷണ്ടി കൂടിയായ ശരിക്കും. ഇങ്ങനെ പോയാ വലിയ കാര്യമൊന്നും വേണ്ട. താൻ ഓർക്കുന്നോ ഞങ്ങള് കോളേജിൽ നിന്ന് സ്റ്റഡി ടൂറിന് പോയപ്പോ തന്നെ കൂടെ കൂട്ടിയതൊക്കെ? ഇനിയും ഒത്തിരി നടക്കണോ? ഏയ്, ആ തൊടി കിടന്ന വീടെത്തി. അനില പഠിക്കുന്നുണ്ടോ? പ്രീ ഡിഗ്രി 4 വട്ടം എഴുതി. ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് തീരെ അഭിപ്രായം ഇല്ല എന്നിട്ട് ടൈപ്പ് പഠിക്കുക. അതിലും വലിയ വിശ്വാസം ഉണ്ടായിട്ടല്ല. പോടാ അവിടുന്ന്. കളി പറയാൻ കണ്ടൊരാള്. അവള് പഠിക്കാൻ മണ്ടിയാ. അച്ഛന്റെ ബുദ്ധി സാമർഥ്യം ഒന്നും അവൾക്ക് കിട്ടിയിട്ടില്ല. അവളുടെ അമ്മയുടെ പ്രകൃതമാ അവൾക്ക്. എല്ലാരും പഠിച്ചിപ്പോ ഉദ്യോഗസ്ഥരാകും. ഓരോരുത്തരുടെയും തലേ ദൈവം ഓരോന്നല്ലേ എഴുതിയിരിക്കുന്നത്. ഇതൊന്നും എഴുതിയിട്ടില്ല, ബ്ലാങ്കാ. തിരക്ക് കാരണം മൂപ്പർക്ക് ഒന്നും എഴുതാൻ പറ്റില്ല. അതാ ഏത് നേരവും അവളോട് വഴക്കുണ്ടാക്കുക ഇവന്റെ പണി. മാഷയുടെ പെങ്ങൾ ഇപ്പൊ എവിടെയാ? വീട്ടിലുണ്ട്. ശങ്കരേട്ടൻ 5 വർഷത്തെ ലീവ് എടുത്ത് ഗൾഫിൽ പോയിരിക്കുക. ഒറ്റപ്പാലത്തുനിന്ന് പോന്നേ പിന്നെ മാഷയുടെയും വീട്ടുകാരുടെയും ഒരു വിശേഷവും അറിയണില്ല. പണ്ടെങ്ങും ഒരു കത്ത് വന്നു വിനു പറഞ്ഞു കേട്ടു. ഒറ്റപ്പാലത്തായിരുന്നപ്പോ 4 മണി കഴിഞ്ഞാൽ നല്ല മേള. കൂട്ടുകാരുമായിട്ട് ഇനി വരികയല്ലായിരുന്നു. അന്ന് കൂടെ താമസിച്ച കോഴിക്കോട്ടുകാരനാ നസ്രാണി ചെക്കൻ. എന്താ അവന്റെ പേര്? ടോമിച്ചൻ. ആ കുട്ടി ഇപ്പൊ എവിടാ? അവനിപ്പോ പെണ്ണൊക്കെ കെട്ടി അങ്ങ് ബാംഗ്ലൂർ കൂടിയിരിക്കുക. മാഷക്കും വേണ്ടേ ഒരു കല്യാണമൊക്കെ? അതോ കഥയെഴുത്തുകാർക്ക് അത് ആയിക്കൂടുന്നുണ്ടോ? നേരം ഉണ്ടല്ലോ, ആവട്ടെ, ആലോചിക്കാം. മാഷ എവിടെയാ താമസം? അമ്മൂമ്മയെങ്കിൽ ഈ മാഷ എന്നുള്ള വിളിയൊന്ന് നിർത്തണം. അതിനെന്താ, മാഷല്ലേ. വിദ്യ അറിയാത്തവർക്ക് 4 ലക്ഷം പറഞ്ഞു കൊടുക്കുന്ന ആളിനെ പേര് പറഞ്ഞു വിളിക്കാന്ന് വെച്ചാ മനസ്സനുവദിക്കുന്നില്ല. പേരറിയാത്തവരൊക്കെ മാഷെന്ന് വിളിക്കുന്നത് ഇപ്പൊ ഒരു ഫാഷനാ. എന്നാൽ അങ്ങാടിപ്പുറത്തെ ബാർബർ ഗോവിന്ദൻ ഒരാൾ മാഷെന്ന് വിളിക്കുന്നത് കേട്ട്. അവന്റെ ഗുരുവായിരിക്കാ ബാർബർ. ഇവിടെ താമസമാക്കാൻ പറഞ്ഞാ മാഷ് കേക്കില്ലല്ലോ. ഊണിവിടെ നിന്നാക്കാം. ഇത്തറ്റം വരാൻ ബുദ്ധിമുട്ടാച്ചാൽ അപ്പൂന്റെ കൊടുത്തുവിടാം. അയ്യോ, ഒന്നും വേണ്ട. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇടയ്ക്ക് വരണം. പണ്ടത്തെ പരിചയക്കാരെയൊക്കെ കാണുന്നത് മനസ്സിന് സുഖമുള്ള ഒരു കാര്യമാണേ. റോഡ് വരെ ഞാനും വരാം. ദൈവം വീട്ടിൽ വന്നപ്പോ കുഞ്ഞുനാളിലേക്ക് മടങ്ങിപ്പോവാ മനസ്സ്. വീട്ടില് അച്ഛനുണ്ടെന്ന് പോലും തോന്നിപ്പോയി. കടിഞ്ഞാണില്ലാത്തൊരു കുതിരയായി മനസ്സ്. ഓർക്കാണ്ടിരിക്കുമ്പോ അത് ഓരോ വഴിക്ക് എങ്ങനെ കയറിപ്പോവും. ഇന്നലെ പഴയ ഡയറി കുറിപ്പും തന്റെ കത്തുകളൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു. ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ബിനുവിന് ഇങ്ങനെ ഇവിടെ വെച്ച് കാണുമെന്ന്. ഞാനും. ഞാൻ കരുതി ദേവനിപ്പോ കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ടുണ്ടാവുമെന്ന്. കൂടെ പഠിച്ചവരുടെ കുട്ടികള് ഇപ്പൊ എന്റെ സ്റ്റുഡൻസാ. കാണാറുണ്ടോ ഇപ്പോ കൂടെ പഠിച്ച ചങ്ങാതിമാരാരെങ്കിലും? ഒരിക്കൽ ഷക്കീലെ കണ്ടു. പാലക്കാട്ട് യൂത്ത് ഫെസ്റ്റിവലിൽ നടക്കുമ്പോ. മലപ്പുറത്തൊരു മാപ്പിള സ്കൂളിൽ ടീച്ചറാ. ഞാൻ ഓർക്കായിരുന്നു അന്നത്തെ കാലത്ത് പാൻസ് ഇട്ട് കോളേജിൽ വന്നിരുന്ന ഷക്കീല. ഇപ്പതേ ഇത്തറ്റം കൈയുള്ള ബ്ലൗസും ഇട്ട് തല മുഴുവൻ മക്കനിട്ട് ഒരു തനി ഇത്താത്ത. എനിക്ക് ആദ്യം കണ്ടിട്ട് മനസ്സിലായേ ഇല്ല. ഓരോരുത്തർക്കും കാലം വരയ്ക്കുന്ന മാറ്റങ്ങൾ. എല്ലാവരും മാറിപ്പോയിടോ നമ്മളൊഴിച്ച്. അപ്പൂ, ഇത് പ്രീ ഡിഗ്രി 2ാം വർഷമല്ലേ?
എന്നാ വിനു പൊക്കോളൂ. പിന്നെ ഇനിയും പ്രാരാബ്ദങ്ങളും ഡ്യൂട്ടികളും ഒക്കെ പറഞ്ഞ് ടെൻഷനായി കഴിയുന്ന കാണാൻ ക്ഷമയില്ലാത്ത ചിലരൊക്കെ ഈ ഭാഗത്തുണ്ട്. അത് മറക്കണ്ട. ഓപ്പളെ ആ ചെരുപ്പൊന്നൂരിക്കേ. എന്തിനാ? ഓപ്പള ഊര്. ഞാൻ പറയുന്നേക്ക് ഒരു കാര്യമുണ്ട്. ആ ചെരുപ്പൊന്നൂര്. എടാ അപ്പോ ഇങ്ങനെ വിടാൻ, അപ്പോ നിന്റെ കുട്ടികളെ കുറെ കൂടുന്നുണ്ട് കേട്ടോ. ഡോക്ടർ ആവാൻ പോണ പൂത്തോട്ട് അപ്പുക്കുട്ടൻ നായരുടെ ഓപ്പോള് വാറ് പൊട്ടി ചെരുപ്പിട്ട് നടന്നാ അതിന്റെ നാണക്കേട് ആർക്കാ? നിനക്കെവിടുന്ന് ഇതിന് കാശ്? കോളേജിൽ വെച്ച് നടത്തിയ സാക്ഷരതാ സമിതിയുടെ പ്രസംഗ മത്സരത്തിന് എനിക്ക് 1ാം സ്ഥാനം. അവര് തന്ന ക്യാഷ് അവാർഡിന് ഞാൻ ഓപ്പിൾക്ക് ഒരു ചെരുപ്പ് വാങ്ങി. ഓപ്പിള് നിന്നിട്ടെ ഓപ്പിളിട്ട് എന്ത് ശേലായിരിക്കുന്നു. ഓപ്പിൾക്ക് നന്നായി ചേരും. എടുപ്പിടി. അപ്പൊന്നും വാങ്ങിയില്ലേ? എനിക്ക് വേണ്ടതൊക്കെ ഓപ്പിള് വാങ്ങിച്ചു തരുന്നുണ്ടല്ലോ. അപ്പോ പഠിച്ചാ മതി. ഓപ്പോൾക്കൊന്നും വേണ്ട. എന്റെ അപ്പൂനും മതി ഓപ്പോൾക്ക്. ഓപ്പളെ ഓപ്പിൾക്കൊന്നും വേണ്ടാന്നോ? ഞാൻ ഡോക്ടറായി കഴിഞ്ഞാൽ ഓപ്പിളിന്റെ ഹോസ്പിറ്റലിന്റെ MD, പൂത്തോട്ട് നാരായണൻ നായർ മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടർ. ആ ദേവമാഷിന്റെ മുമ്പിൽ വെച്ച് ചെരുപ്പിന്റെ വാറിളക്കിയപ്പോ ഞാൻ ചമ്മിപ്പോയി. അതും ദേവമാഷിന്റെ മുമ്പിൽ വെച്ച്. മധുര പ്രതീക്ഷ തൻ പൂങ്കാവ്. ദേവേട്ടാ, വാര്യത്തെ തൊടി കിടന്നപ്പോ മുതല് ഞാൻ ദേവേട്ടിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ വിളിക്കാഞ്ഞ്? പിന്നീന്ന് വിളിച്ചാ ഇഷ്ടാവോന്നൊരു സംശയം, അതുകൊണ്ടാ. എന്നിട്ട് ഇപ്പൊ വിളിച്ചതോ? അത് പിന്നെ മിണ്ടാണ്ട് പോയാ പിണക്കോ മറ്റാണെന്ന് കരുതിയാലോ. അനില എവിടെ ടൈപ്പ് ഓടിക്കുന്നത്? അമ്പലക്കടവിന്റെ അപ്പുറത്തെ ശാന്തിനികേതൻ ഇൻസ്റ്റിറ്റ്യൂട്ടില്. നേരത്തെയൊക്കെ കാലത്തായിരുന്നു. ഞാൻ പിന്നെ അത് ടീച്ചറോട് പറഞ്ഞ് വൈകിട്ടാക്കി. വൈകിട്ടാകുമ്പോ ചെക്കന്മാരാരും ഉണ്ടാവില്ല. അതുങ്ങൾ വെറുതെ ഓരോ വഷളത്തരങ്ങൾ പറയും. ഒരു നാണവും ഇല്ലാത്ത ജാതികളാ. വിനോദിന് സ്കൂളിൽ പോയോ? ഓപ്പോൾ കാലത്തെ പോയി. റെയിൽപാളത്തിനപ്പുറത്തെ കേശവന്റെ വീട്ടിലാ ദേവേട്ടൻ താമസിക്കണല്ലേ. ആ, അമ്മമ്മ അങ്ങോട്ട് വരാനിരിക്കാ. ഞാൻ പറഞ്ഞു ദേവേട്ടന് ശല്യാവുന്നു. ഓ, ഏയ് ഇന്നലെ ടൈപ്പ് കഴിഞ്ഞ് വന്നപ്പോ ഞാൻ നോക്കി, ദേവേട്ടൻ എത്തിയില്ലായിരുന്നു. എവിടെ പോയിരുന്നു? കിളവി ഇവിടെ ഉണ്ടല്ലേ. അമ്മമ്മേ. ആ ശേഖരനോ? പിള്ളേരും എന്താടാ വരാതിരുന്നത്? എന്തിനാ വരണത്? ഞാനിവിടുത്തെ മൂത്ത പെണ്ണിന്റെ നായരാണല്ലോ. എന്റെ കാര്യം ആരും അന്വേഷിക്കണ്ട, പോട്ടെ. പക്ഷേ ഗൗരിയുടെ കാര്യത്തിൽ അമ്മമ്മയ്ക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും ശ്രദ്ധയുണ്ടോ അമ്മമ്മേ? അളിയൻ കഴിഞ്ഞ മാസം ബസ് മേടിക്കുന്നു ഓടിക്കുന്നു എന്നൊക്കെ ഗൗരിയപ്പളുടെ കത്തിലുണ്ടായിരുന്നല്ലോ. എന്തായി? നിർത്തി. സംസ്ഥാനത്തെ RTO ഓഫീസുകൾ മുഴുവൻ നിർത്തലാക്കിയതിനു ശേഷം മാത്രമേ ഇനി ശേഖരം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ആ, ഇപ്പൊ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെമ്മീൻ കൃഷിക്കാണെങ്കിൽ ഡീസൽ വേണ്ട, ഓയിൽ വേണ്ട, പെർമിറ്റ് വേണ്ട, ഇൻഷുറൻസ് വേണ്ട. വളർത്താനുള്ള കുളം മാത്രം മതി. ആ കുളമാക്കാതിരുന്നാ മതി. അളിയൻ ചളമാക്കാതിരുന്നാ മതി. ആ, റൂട്ടടക്കം 63 മോഡൽ ഒരു ഫർഗോ വണ്ടി ചുളുവിലക്ക് കിട്ടി. നല്ല റൂട്ടും ഒറ്റപ്പാലം അടയ്ക്കാപ്പുത്തൂര്. കയ്യിലുണ്ടായിരുന്നതും ഗൗരിയുടെ കഴുത്തിൽ കിടന്നതും എല്ലാം വിറ്റു വണ്ടി വാങ്ങി. മൊത്തം 7 ദിവസം. 7 ദിവസം ഒരു ട്രിപ്പ് പോലും മുഴുവനാക്കാൻ പറ്റിയില്ല. എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞു വണ്ടി വർക്ക്ഷോപ്പിലെത്തും. കഴിഞ്ഞ ആഴ്ച വണ്ടി RTO പിടിച്ചു കണ്ടം ചെയ്തു. എന്ന് വെച്ചാ തല്ലി പരത്തി പപ്പട പരുവാക്കി പഴയ ഇരുമ്പോലൊക്കെ തൂക്കി വിറ്റു. എന്റെ കാശ് പോയി. എന്റെ ശേഖര, ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിനക്ക് ആ തുണിപ്പിടിയെ നോക്കി നടത്തി മാന്യമായിട്ട് ജീവിക്കാമായിരുന്നില്ലേ? അമ്മമ്മേ, കൂമ്പടക്കുന്ന വർത്തമാനം പറയരുത്. പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടുമോ? ഈ ചെമ്മീൻ കൃഷിക്കാവുമ്പോ പകുതി പണം ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും.
ബാക്കി ഒപ്പിക്കണം. ഞാൻ പറഞ്ഞ കാര്യം അമ്മമ്മ വിനോദിനിയോട് പറഞ്ഞോ? അവളുടെ എവിടെ നാടാ കാശ്? ഓ, വേണമെങ്കിൽ ചക്ക വേരയിലും കായ്ക്കും. ആ, നോക്കി പതുക്കെ അമ്മമ്മ. ആ, വീടും പറമ്പും വീതം വെക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, എനിക്ക് എന്റെ കാശ് കിട്ടിയാൽ മതി. ഗൗരിയുടെ വീതം വിനോദിനിയുടെ പേരിൽ എഴുതി കൊടുത്തേക്കാം. ദേ പിന്നെയും ചങ്കരൻ തെങ്ങുമേല്. ശങ്കരനല്ല, ശേഖരനാ തെങ്ങുമ്മ. ഇങ്ങനെ പോയാൽ ഞാൻ 2 കൈയും വിട്ട് ചാടേണ്ടി വരും. എന്തിനാ അമ്മമ്മേ ഈ മണ്ട പോയ തെങ്ങും ഉണങ്ങിയ ആഞ്ഞിലിയും കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരിക്കുന്നത്? ഇതെല്ലാം വിറ്റ് എന്റെ കാശും തന്ന് അമ്മമ്മ ഞങ്ങളുടെ കൂടെ പോര്. കാരണവന്മാരായിട്ടുണ്ടാക്കിയ മണ്ണ് വിൽക്കാന്ന് വെച്ചാ തുളസിത്തറയും സർപ്പക്കാവും ഒക്കെയുള്ള സ്ഥലമല്ലേ ശേഖര? ഞാൻ അവളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. അമ്മമ്മയ്ക്ക് സമ്മതമാണല്ലോ. വിനോദിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ചായ എടുക്കട്ടെ ചേരേട്ടാ? ആ, മോള് ചായ എടുക്ക്. എന്നിട്ട് ആ ചായയിൽ ചൂടാറാതെ കുറച്ച് വിഷം കൂടെ കലക്കിത്താ. എന്നാ ആ, ഇതെത്രയാ? ആ, ഇത് ഇത് ഇതെത്രയാ? ആ, എന്താ എന്താ ശേഖരേട്ടാ? ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനൊരു കാര്യം നിന്നെ അറിയിക്കാൻ വന്നതാ. നടുപ്പുറമ്പില് ശേഖരനാരെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. തള്ളെ മോളും കൂടെ അങ്ങനെ വല്ലതും മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ അടുത്ത് വേണ്ട. നീ എന്നെ പറ്റി എന്താ കരുതിയ? ഏട്ടാ, കുട്ടികൾ കേക്കും. ഞാൻ വീട്ടിലേക്ക് വരുമല്ലോ. കുട്ടികളോ? അതിന് എന്റെ കുട്ടികളൊന്നും ഇല്ലല്ലോ ഇവിടെ. ഇനി സംസാരമൊന്നും വേണ്ട. എന്റെ ഭാര്യയുടെ വീതം തരുന്നോ അതോ ഞാൻ മേടിക്കണോ? പറയടി. എന്താ 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 പ്രശ്നം? കള്ളും കുടിച്ച് കയറി ബഹളം ഉണ്ടാക്കുന്നതിന്റെ കാലിട്ടെന്താ? ഇയാൾ ആരാ ടീച്ചറെ? അത് ഞാൻ ആരാണെന്ന് ചോദിക്കാൻ നീ ആരാടാ? ഞാൻ ഇവിടുത്തെ ഡ്രോയിങ് മാഷാ. ഡ്രോയിങ് മാഷോ? അത്യാവശ്യം വരയ്ക്കും. വരച്ചോ, പക്ഷെ കൊരക്കരുത്. ഞാനുള്ള ചേട്ടത്തിയുടെ ഭർത്താവാ, സ്വന്തം ഭർത്താവ്. ഒറ്റ ഒരു അപ്പൊ എന്ത് തോന്നിയ സാധാരണല്ലേ ആ ടീച്ചർ? പോ, ഇയാളെ ഞാനൊരു പാഠം പഠിപ്പിക്കാം. പാഠം പഠിപ്പിക്കാൻ ഞാൻ ആരാടാ? ഞാൻ ചവിട്ടിയ ചാരം മടക്കിക്കൊണ്ടാവൂടാ. ഇങ്ങോട്ട് പാട പറത്ത മാഷെ കൈകാര്യം ചെയ്യാൻ. എനിക്ക് ഇവനെ ഒന്നും ചെയ്യാനില്ല. എന്തത്? ഹെഡ് മാഷ് വന്നു തന്നെ നല്ല പ്ലീസ് പ്ലീസ്. ശേഖര, കുടുംബ പ്രശ്നം വഴക്കൊക്കെ സ്കൂളിന് പുറത്ത്. പുറത്തല്ല മാഷെ, ഞാൻ അകത്താവും. വീതമോ കാശോ രണ്ടിലൊന്നും കിട്ടിയില്ലെങ്കിൽ മാഷ് പറഞ്ഞ ഞാൻ പോകും. പക്ഷെ ഒരു മാസത്തിനുള്ളിൽ എന്റെ കാശ് കിട്ടിയില്ലെങ്കിൽ നിന്റെ ചേട്ടത്തെയും പിള്ളേരെയും ഞാൻ തറവാട്ടി കൊണ്ടുവന്ന് നിർത്തും. അപ്പൊ പിന്നെ എന്നെ കുറ്റം പറയാം. വരട്ടെ മാഷെ. സ്കൂൾ അല്ലേ? എവിടെ ഡ്രോയിങ് മാഷ്? അവൻ എവിടെ? എന്താ അവിടെ? എല്ലാവരും ക്ലാസ് പോവും. ഓ, എല്ലാവരും പോവാൻ ചെല്ലോ. വിനോദ് ചെല്ലു. നാരായണനാര് മരിക്കുന്നതിന് മുമ്പ് നടത്തിയതാ ശേഖരന്റെയും ഗൗരിയുടെയും കല്യാണം. ഇനി കൊടുക്കാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞ പണം അപ്പപ്പോഴായിട്ട് വിനോദിന് കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ ഭാര്യയുടെ വീതത്തിന് വേണ്ടിയാണ് ഈ ബഹളമൊക്കെ. നാരായണനാർക്കാണെങ്കിൽ രാഷ്ട്രീയം പൊതുപ്രവർത്തനമായിട്ട് കുട്ടികൾക്കാരും ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ആ കുടുംബത്തിന്റെ ഏക വരുമാനം എന്ന് പറയുന്നത് വിനോദിന്റെ ശമ്പളം മാത്രമാണ്. അത് അപ്പുവിന്റെ പഠിപ്പും അമ്മൂമ്മയുടെ ചികിത്സയും കൂടി ആവുമ്പോ 0. കുട്ടി പൂത്തോട്ടല്ലേ? ആ, എന്താ ഇവിടെ? ഞാൻ മാഷെ ഒന്ന് കാണാൻ. അല്ലെന്താ ഇവിടെ? എങ്കിൽ മാഷെ നിങ്ങൾ സംസാരിക്കേ. മുമ്പ് ഇവിടെ താമസിച്ചിരുന്നൊരു ഭാഗവതരായിരുന്നു. കാലത്തും വൈകിട്ട് ഈ വഴി പോകുമ്പോ കേൾക്കായിരുന്നു അയാളുടെ സംഗീത കച്ചേരി. വീട്ടിൽ അപ്പു കാണിക്കും അയാള് പാടുമ്പോഴുള്ള ചേഷ്ടകളൊക്കെ. നല്ല രസാ ചെക്കന്റെ കാട്ടായം കാണാൻ. ചിരിച്ചിരിച്ച് മണ്ണ് കപ്പും. ഞാനിവിടെ ദേവേട്ടൻ വരണം നോക്കി നിന്നപ്പോ ആ പണിക്കാരൻ തോമ ചോദിക്കുക എന്താ ആരെ കാണാനാന്നൊക്കെ. ഒരു ജാതി നോട്ടവും. ഇനി അയാള് വല്ലതും പറഞ്ഞുണ്ടാക്കും എന്റെ ഈശ്വര. ആ, അമ്മമ്മ തന്നുവിട്ടതാ, ഞാൻ തന്നെ കൊണ്ടുവരാന്ന് വെച്ചു.
പെൺകുട്ടികളെ കയ്യിലെടുക്കുന്ന രീതിയിൽ വേണം നോട്ടീസ് അച്ചടിക്കാൻ. അതെന്താ നോട്ടീസ്? പെൺപിള്ളേരെ കയ്യിലെടുക്കുന്ന നോട്ടീസ്. ഓഹോ, ഈ സാധനം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പൂ ബിസ്ക്കറ്റ് പോലെ അങ്ങോട്ട് വിജയിക്കും. കേട്ടോളൂ. പൊന്നോണത്തുമ്പികൾ പാറിക്കളിക്കുന്ന കലാലയമുറ്റത്ത് പ്രതീക്ഷകളുടെ ദിവാസ്വപ്നവും പേറി ഇടറുന്ന പകലറുതികളിൽ സ്നേഹത്തിന്റെ ഇറ്റ് വെണ്ണിലാവുമായി ഇതാ ഒരു കലാകാരൻ. നമ്മുടെ ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്തി പി അപ്പുകുട്ടനാരെ വിജയിപ്പിക്കൂ, വിജയതിലകം അണിയിക്കൂ. എങ്ങനെയുണ്ട് എന്റെ മാറ്റർ? കൊള്ളാം. എന്റെ അമ്മോ, പൈങ്കിളി എന്ന് പറഞ്ഞ പറക്കണ പൈങ്കിളി. ഒരു നോട്ടീസ് ആവുമ്പോ കടിച്ചാ പൊട്ടാത്ത കുറച്ച് വാക്കുകളൊക്കെ വേണം. എന്നാലേ നമുക്ക് കുട്ടികളെ ഇംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പൊ ഇംപ്രസ് ചെയ്യണ്ട. എന്റെ ഭാവന. ദേവേട്ടനെ ഈയിടെ അങ്ങോട്ടൊന്നും കാണാനില്ലെന്ന് അമ്മമ്മ പറഞ്ഞു. കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാ. പുതിയ കഥ വല്ലതും എഴുതുന്നുണ്ടോ ദേവേട്ടൻ? ആ, ഈ മംഗളത്തിന് മനോരമയിലൊന്നും എഴുതാത്തെന്താ? അതില് നല്ല കഥകളാ. ഞാൻ എഴുതാറുണ്ടല്ലോ അവരുടെ വിശേഷാൽ പ്രതികളിലൊക്കെ. ഏട്ടന്റെ കയ്യിൽ ഒത്തിരി കഥാപുസ്തകം ഉണ്ടെന്ന് അപ്പു പറയണ കേട്ടു. എനിക്ക് ഒരെണ്ണം തരുമോ? ഓ, തരാലോ. ഈ മാസികയുടെ മോചിത്രമായിട്ട് നമ്മുടെ ഫോട്ടോ അച്ചടിച്ചു വരാൻ എന്താ ചെയ്യാ? സ്വന്തമായിട്ടൊരു മാസിക തുടങ്ങിയാൽ മതി, അതേ ഉള്ളൂ ഒരു വഴി. അനിലെന്താ മാഷോട് പുളു കാലത്ത് തന്നെ? ഞാൻ മാഷോട് ചോദിച്ചു നമ്മുടെ ഫോട്ടോ മാസികയിൽ അച്ചടിച്ചു വരാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പൊ മാഷ് പറയാ നമ്മളൊരു മാസിക തുടങ്ങിയാൽ മതിയെന്ന്. മാഷൊക്കെ തുടങ്ങാലോ, പേര് മാറി മാറി എഴുതിയാ മതി. ഇല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ പേര് വെച്ചോളൂ, ചുളിവിൽ ഞങ്ങൾക്ക് എഴുത്തുകാരാവാലോ. ആലോചിക്കാം. ഞാൻ ഈ വഴിയാ. പുഴയ്ക്ക് അക്കരെ ഒരു ട്യൂഷനുണ്ട്. അനിലെ വിടാതെ കൂടിക്കും. മാഷിനെ കൊണ്ട് ഫോട്ടോ മാസികയിൽ വരുത്തിക്കാം. കാണാനില്ല എന്നുള്ള പങ്ക്തി കൊടുപ്പിക്കാം. ഞാൻ ആ വഴിക്കാ. ഓ, ഞാൻ ആ വഴിക്കാ. നീ ഇതുവരെ എവിടെയായിരുന്നു എന്റെ കുട്ടിയെ? അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞു പോയിട്ട് നേരം എത്രയായി? അമ്പലത്തിൽ ദേവേട്ടനുണ്ടായിരുന്നു. ദേവേട്ടന്റെ കൂടെ നടന്ന നേരം പോണ അറിയില്ല. എന്താ തമാശ? ഓ, നീ അമ്പലത്തിൽ പോയി തമാശ കേൾക്കാനാ? എങ്കിൽ പിന്നെ ഇവിടെ വല്ല ഫലിത ബന്ധുക്കളും വച്ചിരുന്നാ പോരായിരുന്നോ? അതിന് നിനക്കെന്താ? ബുദ്ധിമുട്ടുന്ന ദേവേട്ടനല്ലേ? നിന്റെ അധികാരിയുടെ മോൾ ആ ഉണക്കപ്പെണ്ണെ ബുദ്ധിമുട്ടിക്കാൻ വരുമ്പോ പറഞ്ഞാ മതി. അമ്മമ്മേ, ആ പശുവിനെ തെക്കേത്തോടെ മാറ്റിക്കെട്ടാൻ പറ. ആ പയറ് മുഴുവനാ തിന്നു തീർക്കും. ബിനുവിന് തിടുക്കമുണ്ടോ പോവാൻ? എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ സ്റ്റാഫ് റൂമിൽ വെയിറ്റ് ചെയ്യാം. അല്ല, മാഷ് വരുന്നില്ലേ? അല്ല, എനിക്കൊരു ജോലിയായിട്ട് നടന്നോളൂ. ഓ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓഹോ. പിന്നെ വെരി ഇൻട്രസ്റ്റിംഗ് നോവൽ. എന്താ ഒരു ബുക്കൊക്കെ മാഷേ? നോവലാണ്. ഓ, താക്കുളയുടെ മങ്കി ക്ലാസ്സിലൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് പിടിച്ചതാ. തനിക്ക് ഈ വക പുസ്തകങ്ങളൊന്നും എഴുതാൻ വയ്യേ? താക്കുളയുടെ മരുമകൾ, രക്തം തുപ്പുന്ന സുന്ദരൻ, എന്ത് രസമുള്ള പുസ്തകങ്ങളാണെന്നോ ഇതൊക്കെ. ഞാനും ഒരു നോവൽ എഴുതിയാലോ എന്ന് ആലോചിക്കാം. അത്യാവശ്യം കാശുണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. ആ, എന്നാ നമുക്കിറങ്ങാം. അല്ല, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. മാഷ് നടന്നോളൂ. കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ ഇവിടെ ഇരുന്ന് വായിച്ചോളാം. അല്ല, മാഷ് നടന്നോളൂ, ഞാൻ വരാൻ അല്പം വൈകും. പിന്നെ ലോഡ്ജിലിരുന്ന് വായിക്കാമല്ലോ. എന്താ ഇവിടെ ഇരുന്ന് വായിച്ചാല്? അല്ല, ഇവിടെ ഇരുന്ന് വായിച്ചാ എനിക്ക് ആ ഒരു ഏകാഗ്രത കിട്ടില്ല. ഒറ്റയ്ക്കിരിക്കാനുള്ള ഒരു മൂടേ. പട്ട് കേസ് തന്നെ. ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് പ്രയാസം. അല്ല ടീച്ചറെ, വെല്ലടിച്ചോന്ന് അറിഞ്ഞില്ലേ? അറിഞ്ഞു. എന്നിട്ടെന്തേ? പിന്നെ ബുക്ക് നോക്കി നാളെ പരീക്ഷ. ഓ, അത് ശരി, നാളെ പരീക്ഷ. അപ്പൊ പിന്നെ അത്യാവശ്യമായിട്ട് നോക്കണം. നടക്കട്ടെ. എന്നാ പിന്നെ ആ, ആ. അത് പിന്നെ ആഹാ, ദേവം പോയില്ലേ? അല്ല, കുറച്ച് കോമ്പോസിഷൻ ഒക്കെ നോക്കാനുണ്ടായിരുന്നു. ഓ, ഈ കോമ്പോസിഷൻ, ടീച്ചിങ് നോട്ട്സ്, ഇൻക്രിമെന്റ്, ഇതൊക്കെ കേട്ട് മടുത്തു. ഇതല്ലാതെ ഇൻട്രസ്റ്റിൽ എന്തെങ്കിലും വിഷയം സംസാരിക്കാൻ ഒരാളെ നോക്കിയിരിക്കാനും ഞാൻ. ഈ കലയോ സാഹിത്യമോ നാടകമോ എന്തെങ്കിലും. അവസാനം താൻ തന്നെ വന്ന് പെട്ടു. എന്താ കാര്യം? ആലിങ്കാ പഴുത്തപ്പോ കാക്കയുടെ വായിൽ പുണ്ണെന്ന് പറഞ്ഞ പോലെയായി. നേരമില്ല. വിനോദി എന്താ പോയില്ലേ? അല്ല, ഞാൻ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ. അത് വീട്ടിൽ ചെന്നിട്ടായാലും ആവലോ. വേം ചെല്ലൂ,
വൈകി അമ്മമ്മ പേടിക്കും. ഇന്നെന്തായാലും നമുക്ക് ഇത്തിരി ഇരിക്കാം. മാർക്ക് തിരക്കൊന്നുമില്ലല്ലോ. ഇല്ല. എന്റെ അമ്മ ഗോമതിയുടെ നിറവും പൊക്കവും കിട്ടിയിരിക്കണത് വിനുവിനാ. അമ്മയ്ക്ക് ഒരുപാട് മുടിയുണ്ടായിരുന്നു അമ്മമ്മേ. പിന്നെ മുട്ടോളം. ഇത്ര ഐശ്വര്യമുള്ള ഒരു കുട്ടി ഈ അടുത്ത കരയിലെങ്ങും ഇല്ലായിരുന്നു. ശിവന്റെ അമ്പലത്തിൽ താലപ്പൊലിക്ക് ഗോമതി നിരയിൽ നിന്നാ പിന്നെ അമ്പലപ്പറമ്പിലുള്ളവരുടെ കണ്ണു മുഴുവൻ അവരുടെ മുഖത്തായിരിക്കും. ആ മേശമേ കിടന്ന കഥാപുസ്തകം നീ എടുത്തോ? ദേവേട്ടനല്ലേ? ഞാൻ അത് ഇന്നലെ കൊണ്ടു കൊടുത്തു. ആര് പറഞ്ഞിട്ട്? ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ കിടന്ന് കുട്ടികൾ ചീന്തി കളയണ്ടല്ലോ എന്ന് കരുതിയാ. നീ എന്തിനാ ഏത് നേരം ദേവേന്റെ വീട്ടിൽ കയറി നടക്കുന്നത്? ആൾക്കാർ കൊണ്ട് വേണ്ടാത്ത ഓർപ്പിക്കണ്ട. അതിന് നിനക്കെന്താ ചക്ക? ദേ കാലത്ത് തന്നെ കച്ചറ കൂടാൻ വന്നാലുണ്ടല്ലോ. വന്നാലേ? നീ എന്തിനാണ് അവളെ എപ്പോഴും ഇങ്ങനെ ചുണ്ടി പിടിപ്പിക്കുന്നത്? ചുമ്പ. ദീപം ദീപം വിനു, ഓണാവധിക്ക് നാട്ടിൽ പോകുമ്പോ ബിനുവിന്റെ ഒരു ഫോട്ടോ ഒന്ന് വിടണം. അമ്മയെ കാണിക്കണ. എവിടെ പോയത് രണ്ടാളും കൂടി? ഓപ്പോഴൊരു ഫോട്ടോ എടുക്കാൻ പോയതാ. ഏതോ ആപ്ലിക്കേഷൻ അയക്കാനുണ്ടത്രേ. നാളെ അയക്കേണ്ടതാ. ഫോട്ടോ ഇല്ല എന്നാണ് ഓർത്ത്. അല്ല, ഈ ഫോട്ടോ ഒക്കെ എടുക്കണം വിചാരിച്ച അന്ന് തന്നെ എടുക്കുന്ന നല്ലത്. അതെന്താ? അല്ല, വേറൊന്നുമില്ല. ഈ ആപ്ലിക്കേഷൻ അയക്കുമ്പോ ഈ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ അത് വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ PSCയുടെ കാര്യമല്ലേ, നമ്മുടെ സൗകര്യത്തിനൊക്കെ നോക്കിയിരിക്കോ? വരട്ടെ. കേട്ടെ. അമ്മു, നീ എന്തെടുക്ക അവിടെ? ഇങ്ങോട്ട് വരൂ. ഗൗരവപ്പുള്ള ശബ്ദമാണല്ലോ കേൾക്കുന്നത്. ശേഖരേട്ടനും ഉണ്ടാവും. കൈക്ക് പണി ഉണ്ടാക്കി വെക്കുന്ന തോന്നുന്നു. അപ്പോ ബഹളത്തിനൊന്നും നിക്കണ്ട, പറഞ്ഞത് കേട്ടോ. ഞാനൊന്നിനും പോണില്ല, പോരെ. ഹായ്, മോളെപ്പോ വന്നു? വാ. ഓപ്പോളെപ്പോ വന്നു? ശേഖരേട്ടൻ എവിടെ? ഏട്ടൻ കോഴിക്കോടിന് പോയി. നിന്നെ കണ്ടിട്ട് പോകാൻ കുറച്ച്. നിങ്ങൾ എന്താ ഇത്ര വൈകിയത്? എന്ന് പറഞ്ഞ ഫോട്ടോ കിട്ടണ്ടേ? നിങ്ങൾ കാപ്പി പിടിച്ചോ? കുളി കഴിഞ്ഞിട്ട് കുടിച്ചാ മതി. വെച്ചോ. ഭയങ്കര ക്ഷീണം. ശേഖരേട്ടൻ നല്ല മൗനായിരുന്നല്ലോ. ഇന്നലെ അങ്ങാടി നിക്കണുണ്ടു. ആടിച്ച് പൂക്കുറ്റിയായി. അടുത്ത് നിന്ന് ആരും തീപ്പെട്ടി ഉറക്കിയത് ഗൗരവപ്പുള്ള ഭാഗ്യം. കയറി പിടിക്കും. സ്പിരിറ്റ് അല്ലേ? അപ്പോ നീ പോയി കുളിക്ക. തോന്നിയ ദിവസം പറയാണ്ട്. നിനക്കിന്ന് സ്കൂളിലായിരുന്നോടി? സ്കൂള് വിട്ടിട്ടാ പോയത്. ശേഖരേട്ടന്റെ അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഇപ്പൊ കുറവുണ്ട്. തണുപ്പായ ജാസ്തിയാകും. ശേഖരേട്ടൻ നിന്റെ സ്കൂളിൽ വന്ന് എന്തോ ബഹളം ഉണ്ടാക്കി അനില പറഞ്ഞു. എന്താടി ഉണ്ടായേ? അവള് വെറുതെ പറയണതാ ഓപ്പോളെ. ഏട്ടൻ വന്നേ ഉള്ളൂ. ബഹളമൊന്നും ഉണ്ടാക്കില്ല. നീ ഉറങ്ങിയില്ലേ മോളെ? ഇല്ല മമ്മേ, ഉറങ്ങാൻ പോവാ. കുട്ടികൾ ഉറങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ മമ്മേ? ശേഖരൻ വന്ന് വഴക്കുണ്ടാക്കിയിട്ടാ പോയത്. ഗൗരി അറിഞ്ഞിട്ടില്ല. അവന്റെ കാശ് കൊടുത്തിട്ട് അവളെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ട് പോവുള്ളൂ അത്രേ. കോഴിക്കോട്ട് പോകണമെന്ന് വെറുതെ പറഞ്ഞതാ. അറിഞ്ഞാ ഗൗരി സമ്മതിക്കില്ല. അവൾക്ക് ഇവിടുത്തെ പ്രാരബ്ധങ്ങളൊക്കെ അറിയാമല്ലോ. ആ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോഴാ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞു കരഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ടാ ഉറങ്ങിയത്. ആ കുട്ടികളുടെ കണ്ണീര് കൂടി ഇവിടെ വീഴാനായിരിക്കും വിധി. എന്റെ കാടാമ്പഴ ദേവി, ഇനി എന്തെല്ലാം കാണണം. അവൻ പറയുന്നത് ഈ വീടും പറമ്പും കൂടെ വിറ്റ് അവന്റെ കടം വീട്ടാനാ. ഒന്നോർത്താ അവൻ പറയുന്നതിലും കാര്യമുണ്ട്. കൊടുക്കാനുള്ള മുതൽ തന്നെയാണല്ലോ. ഇത് വിറ്റ് കടം വീട്ടിയാ പിന്നുള്ള കാശ് കൊണ്ട് നല്ലൊരു വീട് മേടിക്കാൻ പറ്റുമോ മോളെ? പ്രായം തികഞ്ഞു നിൽക്കുന്ന ഇളയ കുട്ടികളെയും കൊണ്ട് നമ്മൾ എങ്ങോട്ടാ പോവുക? അപ്പുവിന്റെ പഠിത്തത്തിന്റെ ചെലവ് വേറെ. ഞാനിപ്പോ എന്താ ചെയ്യാ അമ്മമ്മേ? എനിക്ക് മോളോടല്ലേ ഇതൊക്കെ പറയാൻ കഴിയൂ. ഇളയ കുട്ടികൾക്ക് അച്ഛന്റെ അമ്മയുടെയും സ്ഥാനത്ത് നീയാ.
നിന്റെ കഷ്ടപ്പാടും വേദനയും അമ്മമ്മ അറിയണില്ല എന്ന് കരുതണ്ട. കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ച് വാര്യത്തെ ശ്രീകുട്ടി പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. സഹദേവ മാഷും അനിലയും തമ്മിൽ ഇഷ്ടത്തിലാണത്രേ. ഇങ്ങനെ ഒരു ബന്ധം മാഷായിട്ട് താല്പര്യം കാണിക്കാന്ന് പറഞ്ഞ പൊന്നും പണമൊന്നും കണ്ടിട്ടായിരിക്കില്ലല്ലോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സഹദേവൻ അറിയാവുന്ന സ്ഥിതിക്ക് മാഷ് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ അനിലേക്ക് ഇങ്ങനൊരു മോഹം തോന്നുമോ? ഇനി അത് ചോദിച്ചും പറഞ്ഞ് നാട്ടുകാരറിയണ്ട. ഇപ്പൊ തന്നെ അറിഞ്ഞിരിക്കണു പലരും. ചേട്ടത്തി എന്ന സ്ഥാനത്ത് നിന്ന് നിനക്ക് മാഷോടൊന്ന് ചോദിക്കാമല്ലോ. ദേവി അനുഗ്രഹിച്ച് അതങ്ങോട്ട് കഴിഞ്ഞ ശേഖരന്റെ കാര്യത്തിനൊരു സമാധാനമായി. തറവാട് വിറ്റാലും വേണ്ടില്ല, കുട്ടിയുടെ കല്യാണത്തിനാണെന്ന് പറയാമല്ലോ നാട്ടുകാരോട്. ദേവിയുടെ തലേ വിധിയോ ഇങ്ങനെയായി. അനിലെയെങ്കിലും നല്ലൊരാളെ ഏൽപ്പിച്ച എനിക്ക് സമാധാനമായിട്ട് കണ്ണടയ്ക്കാം. പൂത്തോട്ടുകാരുടെ മാനാഭിമാനം ഒന്നും നോക്കണ്ട മോളെ. മാഷയുടെ കാല് പിടിച്ച് യാചിച്ചോളൂ. നമുക്കിനി നഷ്ടപ്പെടാൻ അഭിമാനം കൂടിയേ ബാക്കിയുള്ളൂ മോളെ. വിനു, ഓണാവധിക്ക് നാട്ടിൽ പോകുമ്പോ വിനുവിന്റെ ഒരു ഫോട്ടോ കൂടി തന്നുവിടണം, അമ്മയെ കാണിക്കാനാ. ഫോട്ടോയ്ക്ക് ഇത്ര തിരക്കൂട്ടേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ തിടുക്കൊക്കെ ഉള്ളൂ എന്ന്. തെറ്റിദ്ധരിക്കരുത്. അമ്മമ്മ പറഞ്ഞത് വേണേച്ച കാല് പിടിക്കാനാ. ദേവൻ മറക്കണം. ഒത്തിരി പേരുടെ സ്വപ്നങ്ങളാണിത്. ഞാനായിട്ട് അത് തകർത്തു എന്നാവരുത് പ്ലീസ്. വിനോദിനി എല്ലാം എന്നോട് പറഞ്ഞു. പ്രാരാബ്ദങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും കഥ പെരുപ്പിച്ച് പറയാനാണ് മാസ്റ്ററെ ഉദ്ദേശമെങ്കിൽ വേണ്ട, എനിക്കത് കേൾക്കണ്ട. ഞാനും അതൊക്കെ അനുഭവിച്ച് തന്നെ വളർന്നത്. ഒരു പക്ഷെ അവളെക്കാളും. കൂടിയാട്ടത്തിന് ചുട്ടികുത്താൻ പോകുന്ന കൃഷ്ണവാര്യരുടെ മകന് വയറു നിറച്ച് ഊണ് കിട്ടുന്നത് വർഷത്തിൽ 1-2 തവണ മാത്രമാണ്. കോലോത്ത തമ്പുരാക്കന്മാരുടെ പിറന്നാളിന് ഷഷ്ടിപൂർത്തിക്ക്. എന്റെ ആദ്യത്തെ കഥ അച്ചടിച്ചു വന്നപ്പോ 100 രൂപ കിട്ടി മാതൃഭൂമിന്ന്. അന്നെന്റെ അച്ഛൻ ഭയന്നു. മകൻ മോഷ്ടിച്ചതാണെന്ന് കരുതി. അച്ഛൻ ആദ്യമായിട്ട് കാണുക 100 രൂപയുടെ നോട്ട്. ആ അച്ഛന്റെ മകനാ ഞാൻ. ഇല്ല മാഷെ, അവൾ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുക. ഒരിക്കലും ഒരു പെണ്ണിനെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം ജീവിതത്തിൽ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു വിഡ്ഢിയാണ് മാഷെ ഞാൻ. അറിയോ മാഷക്ക്? ഒടുവിൽ തെരുവോരത്തിൽ 3rd റേറ്റ് പിമ്പിനെ പോലെ എന്റെ മുമ്പിൽ ഒരു ഫോട്ടോ വെച്ച് നീട്ടുന്നു. എനിക്ക് പകരം ഇവളെന്ന്. ആരായാലും എനിക്കൊരു പെണ്ണ് മതിയെന്നല്ല അതിനർത്ഥം. സോറി മാഷ്, സോറി. ദേവൻ ആർക്കും മനസ്സിലാവില്ല, ആർക്കും. എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തേണ്ടത് ദേവന്റെ ഭാവിയാണ്. ദേവൻ എന്റെ കുട്ടികളുടെ അച്ഛനാകുന്നതിനേക്കാൾ എനിക്ക് വലുത് എല്ലാവരും ബഹുമാനിക്കുന്ന വലിയ എഴുത്തുകാരനാകുന്നത്. എനിക്ക് ദൂരത്ത് നിന്ന് കണ്ടാൽ മതി. അത് കയ്യെത്തും ദൂരത്താവണമെന്ന് ആഗ്രഹിച്ചു പോയി. അനിലേക്ക് മാഷ ഇഷ്ടമാണ്. നാളെ അവളുടെ സൗഭാഗ്യം ഞാൻ തട്ടിയെടുത്തു എന്ന് പറയരുത്. നമ്മളിവിടെ
കണ്ടുമുട്ടിയില്ലെന്ന് കരുതിയാൽ മതി. ഞാൻ കാല് പിടിക്കാം. എന്നെ തെറ്റിദ്ധരിക്കരുത്. വെച്ച് നീട്ടുന്നത് എന്തും വാങ്ങാൻ എളുപ്പ. അത് മറ്റൊരാൾക്ക് കിട്ടാൻ തക്കവണ്ണം വഴിമാറി കൊടുക്കുമ്പോഴോ? ഒന്നോർക്കുക, ഇനി ഒരിക്കലും തന്നെ കാണില്ല എന്ന് കരുതിയിരുന്ന കാലത്തും ആ കുട്ടി മുടങ്ങാണ്ട തന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, വഴിപാട് കഴിച്ചിരുന്നു. എടോ, നിസ്വാർത്ഥമായ സ്നേഹം ത്യാഗാണ്. അതാണ് അവൾ തന്നോട് ആവശ്യപ്പെടുന്നത്, അവൾ സ്വയം ചെയ്യുന്നതും. വിനോദിനിയുടെ മനസ്സ് കാണാൻ തനിക്ക് മാത്രമേ കഴിയൂ, മറ്റാരെക്കാളും. ഒരു കുടുംബം മുഴുവൻ തന്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുക, അത് മറക്കണ്ട. പ്രാണനായതു നിങ്ങളെനിക്കു ബാലന്മാരെ, പ്രാണൻ പോയിടും മമ നിങ്ങളെ പിരിയുമ്പോൾ. നിങ്ങൾക്കു വേണ്ടി തന്നെ രാജ്യഭാരത്തെയെല്ലാം ഇങ്ങനെ വഹിക്കുന്നു ഞാൻ എന്നതറിഞ്ഞാലും. മേദിനി തന്നിൽ ദശരഥനു തനയനായി ജാതനായി ധർമ്മപരിപാലനം ചെയ്തുവാണേൻ. സൂര്യവംശത്തിൻ ഒരു അംഗമുണ്ടാകാതെ ആര്യന്മാരാലും സുപൂജിതനായി ഇത്ര നാളും ഇന്നിപ്പോൾ അപവാദം മുറ്റി വന്നിരിക്കുന്നു എന്നത് നിങ്ങളോട് ചൊല്ലുവാൻ ചിന്തിച്ചേൻ. ഓരാണ്ടു ലങ്ക തന്നിലിരുന്ന സീത തന്നെ പോരാതെ കൈക്കൊണ്ടതു നന്നല്ല രഘുവരൻ. ഇങ്ങനെ മന്ത്രിക്കുന്നു പുരവാസികളെല്ലാം, നിങ്ങളവേലും ധരിച്ചില്ലല്ലോ ബാലന്മാരെ. ഞാനതിനുപായവും കണ്ടിട്ടു ഇപ്പോൾ. കല്യാണത്തിന് എനിക്ക് സമ്മതമാണ്. ഈ മാസം നല്ല മുഹൂർത്തമുണ്ടെങ്കിൽ നോക്കിക്കൊള്ളാൻ അമ്മമ്മയോട് പറഞ്ഞോളൂ. മാഷ് എന്താ കയറാണ്ട് പോയത്? എന്തു പറഞ്ഞു മോളെ? മുഹൂർത്തം നോക്കിക്കൊള്ളാൻ അമ്മമ്മയോട് പറയാൻ പറഞ്ഞു. എന്റെ കുട്ടി ഭാഗ്യവതിയാ. കൃഷ്ണന്റെ അമ്പലത്തില് ഒരു ചുറ്റുവിളക്ക് കഴിപ്പിക്കണം. അപ്പോഴും നേർന്നതാ. എന്റെ ഗുരുവായൂരപ്പാ, വാ മോളെ. ഇല്ല, വിനോദിന് ഒപ്പമുള്ള കല്യാണം കഴിയാണ്ട് ഈ വീട്ടിൽ മറ്റൊരു കല്യാണം നടക്കില്ല. എന്റെ കഴുത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. ഇത്തിരി വിഷം വാങ്ങി ഉണ്ണുന്ന ചോറിലോ കുടിക്കുന്ന പാലിലോ കൊടുത്തവരെ കൊല്ല്. അപ്പോ എന്നിട്ട് അമ്മമ്മയും ചെറുമോളും കൂടെ എന്ത് വായിക്കോ? അതൊക്കെ പറയടാ, കവിയും കുട്ടികളും കേൾക്കും. കേക്കട്ടെ, നാട്ടുകാർ മുഴുവൻ കേക്കട്ടെ. അമ്മമ്മയെ പോലെ മനുഷ്യ സ്ത്രീയാണ് എന്റെ ഓപ്പളും. അപ്പോ വേണ്ട, പൊന്മുട്ടിയിടുന്ന താറാവ് കൈവിട്ട് പോവാൻ ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല. എനിക്കറിയാം. നിർത്തടാ. അമ്മമ്മ തൊന്ന് പ്രസവിച്ച മകളായിരുന്നെങ്കിൽ ഇതിന് സമ്മതിക്കുമായിരുന്നു. നിർത്താൻ ഓപ്പളെ, ഞാൻ സമ്മതിക്കില്ല. എന്നോടല്ലേ പറഞ്ഞു നിർത്താൻ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ആരെന്ന് പറഞ്ഞാൽ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. അമ്മമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറയടാ. എടാ, പറയാൻ.
ഞാൻ എൻ്റെ അപ്പൂനെ അടിച്ചു. വേദനിച്ചു എൻ്റെ അപ്പൂന്. ഇല്ല, എനിക്കറിയാം എന്നേക്കാൾ ഓപ്പോൾക്ക് വേദനിച്ചു. ഒന്നുമല്ല, എല്ലാം എൻ്റെ അപ്പൂന് തോന്നുന്നതാ. ഇപ്പോ ഓപ്പോൾക്കൊരു സ്വപ്നമേ ഉള്ളൂ, എൻ്റെ അപ്പൂനെ പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കാം. എന്നിട്ട് വേണം ഈ വീടിന്റെ ഉമ്മറത്ത് ഒരു ബോർഡ് തൂക്കാൻ. ഡോക്ടർ പൂത്തോട്ട് അപ്പക്കുട്ടൻ നായർ, MBBS. അന്ന് ഓപ്പോൾ ഈ സ്കൂളിലെ ജോലി രാജിവെക്കും. എന്നിട്ടിവിടെ രോഗികൾക്ക് ചീട്ടെഴുതുന്ന ക്ലാർക്കാവും. അതോ ആ ജോലി അധികാരിയുടെ മോള് ലതക്കുട്ടി തട്ടിയെടുക്കുവോ? എനിക്കറിയാം ഓപ്പോൾക്ക് മാഷ ഇഷ്ടം. നിങ്ങൾ പണ്ട് മുതലേ പരസ്പരം ഇഷ്ടപ്പെട്ടവരാ. എന്നിട്ടിപ്പോ ഓപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നാളെ കോരനുണ്ടാവൂടെ ഇവിടെ? ഉണ്ടാവും. വിനോദിന് എവിടെ പോ? വടക്കേത്തലത്തിലുണ്ടായിരുന്നു, വിളിക്കണോ? വേണ്ട, പറഞ്ഞാ മതി. ആ പിന്നെ കസേരയുടെ കാശ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ രാവിലെ കൊടുക്കാം. എല്ലാം കഴുകി വെക്കട്ടെ. മാഷ് ഇനിയും വൈകോ? ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങുക. ഇല്ല, ഞാനും വരണു. അപ്പോ അമ്മമ്മോട് പറഞ്ഞു കേട്ടോ. നല്ല ആളാ. വെക്കേഷന് കല്യാണം അങ്ങ് നടത്തി കളഞ്ഞല്ലേ? ഞങ്ങൾക്കൊന്നും ചെലവില്ലേ? പിന്നെ കല്യാണത്തിന് ചെലവില്ലാണ്ടിരിക്കോ? ഇതിപ്പോ അത്ര വലിയ ചെലവൊന്നും ആയി കാണില്ല. വീട്ടിൽ കുറി കിട്ടിയപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. വിനോദിന്റെ പേരിന്റെ സ്ഥാനത്താണില്ല. മണ്ണും ചാരി എന്നവൾ ആണിനും കൊണ്ടുപോയി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ ആയിപ്പത്. എങ്കിലും വിനു വലിയൊരു ത്യാഗ ചെയ്തത്. ടീച്ചർ പണ്ടേ ത്യാഗമൊക്കെ ചെയ്തിട്ടുള്ളതാ. അല്ലേലും ഈ ആണുങ്ങൾ ഇങ്ങനെ പുതുമോടി കാണുമ്പോ അതിന്റെ പുറകെ പോവും. പുതുമ കഴിഞ്ഞ കരിവേപ്പില അവർ വലിച്ചെറിയും. പണ്ടുള്ളവര് പറയുന്നത് ശരി തന്നെയാ. മുള്ള ഇല വീണാലും ഇല മുള്ള വീണാലും കേടലിക്ക. നമ്മൾ പെണ്ണുങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ നിൽക്കണം. അല്ലേലും വിനു ഒരു പാവമായിപ്പോയി. അതാ പറ്റിയത്. ആ നിർത്ത്. നാവി ഒരെണ്ടെങ്കിലേ വല്ല ചേമ്പ് മുഴുകി തിന്നോ. രാവിലെ തുടങ്ങിയതാണല്ലോ പരദൂഷണം. നല്ല കമ്പനിയാ കൂടെ പോയിരിക്കുന്നത്. രണ്ടാളും കൂടി ചേർന്ന പലതും നടക്കും. പറയുന്നവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, ടീച്ചർ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോണ്ട. ഹേ, ഒന്നോർത്താ ടീച്ചർ എന്ത് ഭാഗ്യം ചെയ്തതാ. എനിക്ക് സ്കൂളിൽ നിന്ന് ശമ്പളം ഇല്ലാന്നും മാനേജറാണ് എനിക്ക് ശമ്പളം തരുന്നതെന്നുവാ നാട്ടുകാർ മുഴുവൻ പറയുന്നേ. സഹായിക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുക. ശമ്പളം കിട്ടാത്ത ടീച്ചറല്ലേ. അമ്മമ്മേ, ദേ അവരെത്തി. അവിടുന്ന് കാലത്തന്നെ പുറപ്പെട്ടോ? ആ വരൂ. ഇന്നലെ മുതൽ നോക്കിയിരിക്കുകയായിരുന്നു നിങ്ങളെ. ദേവേട്ടന്റെ ഇളയമ്മയുടെ വീട്ടിൽ പോയി, അതുകൊണ്ടാ. നീ ഇതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു.
സഹദേവന്റെ വീട്ടിൽ തൂക്കായിരുന്നില്ലേ? ആ പൊതുവാള് മാഷ് കാണിച്ച് ഇത്തിരി കടുങ്കയായി. ഒരു ചെയിൻ ഇട്ട് കളഞ്ഞ് ദേവേട്ടനെ കഴുത്തി. ഞാൻ പറഞ്ഞു അത് എടുത്തു വെച്ചോളെ. മാഷിന്റെ പേരക്കുട്ടികൾ രണ്ടും പെൺകുട്ടികളാ. അവർക്കത് കൊടുക്കാൻ കാലാവുമ്പോഴേക്കും സ്വർണത്തിന് വില എന്താവുമെന്ന വിചാരം. കഴുത്തിലൊരു മിന്നു കയറിയപ്പോഴേക്കും പെണ്ണ് കണക്കുകൂട്ടലും കഴിക്കലും ഒക്കെ തുടങ്ങി. ഇതാ സഹദേവ പെൺകുട്ടികളുടെ ഒരു കാര്യം. രണ്ടാളും ദീപാരാധനയ്ക്ക് ശിവന്റെ അമ്പലത്തിൽ നിന്ന് പോവാ. ഒരു ചുറ്റുവിളക്ക് നേർച്ചയുണ്ട്. പെണ്ണിന്റെ മുടി ചകിരി നാര് പോലെ ഇരിക്കുന്നു. എണ്ണ തേക്കാൻ പറഞ്ഞ കുട്ടി കേൾക്കണ്ടേ? ഇപ്പോഴത്തെ ഒരു ജാതി ഇംഗ്ലീഷ് തൈലങ്ങളും പൊടികളും. അത് പിന്നെ പുതിയ ഫാഷനല്ലേ അമ്മമ്മേ? അമ്മമ്മയുടെ കാലത്തെ പോലെ താളിയും തൈലൊക്കെ ഇപ്പൊ കിട്ടുവോ? ദേവേട്ടന്റെ അമ്മയ്ക്കും താളിപ്പൊടി തേക്കുന്ന ഇഷ്ടം. കല്യാണത്തിന് ദേവന്റെ അമ്മയോട് നിന്ന് ആ വെളുത്ത സ്ത്രീ ഏതാടി? അയ്യോ, അത് ദേവേട്ടന്റെ അമ്മായിയാ, കൊയിലാണ്ടിയിലുള്ള. ആയമ്മയുടെ കഴുത്തി കിടക്കണ ചങ്ങല കാണാൻ എന്ത് രസമല്ലേ? ഒരു 10 പവനെങ്കിലും വരും. ശേഖരേട്ടൻ കോഴിക്കോട് ബ്ലേഡ് ബാങ്കിൽ വെച്ചിരിക്കുന്ന ചങ്ങല ഈ ജാതി തന്നെ. ആ, ഇനി അതൊന്നും എടുക്കണമെങ്കിൽ 15,000 രൂപയെങ്കിലും വേണം. വന്നു വന്ന് വിറ്റും പണയം വെച്ച് എല്ലാം തീർന്നു. ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങാറേ ഇല്ല. വെറും കഴുത്ത് വിട്ട് പരിചയക്കാരെ കാണുമ്പോ നാണിച്ചു പോവുക. ദേവേട്ടൻ പേടിച്ചു അല്ലേ? എന്താ അതൊരു സ്ഥലകാല ബോധമില്ലാതെ? നമ്മുടെ വീട്ടിലല്ലേ, മറ്റൊന്നും അല്ലല്ലോ. വിനോദിനി ഓപ്പോള് കണ്ടെന്ന് വെച്ചാൽ തന്നെ എന്താ? നമ്മള് ഭാര്യയും ഭർത്താവല്ലേ? ഭാര്യയും ഭർത്താവാണെന്ന് പറഞ്ഞ് റോട്ടിൽ ഇറങ്ങി കെട്ടി മറയാം. ദേവേട്ടൻ സമ്മതിച്ചാൽ ഞാൻ റെഡി. പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ചൊക്കെ സംസ്കാരം വേണം. സംസ്കാരം വിദ്യാഭ്യാസം കുറവാണെന്ന് അറിഞ്ഞിട്ടല്ലേ ദേവേട്ടൻ എന്നെ കല്യാണം കഴിച്ചത്? അതുള്ളവരാവായിരുന്നല്ലോ. അല്ലേ ദേവ്? അവള് കൊച്ചുകുട്ടിയല്ലേ, ദേവൻ വേണം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ. എത്ര ദിവസം കഴിഞ്ഞു, ഞാൻ എന്തെങ്കിലും എഴുതുന്നുണ്ടോ, എന്താ എഴുതാത്തത് എന്നൊക്കെ ഒന്ന് ചോദിക്കാലോ. എന്റെ തൊഴിൽ കഥ എഴുത്താണെന്നാണല്ലോ വെപ്പ്. ഇതാ കാര്യം. ഭാര്യ എന്ത് ചെയ്യണം എന്നുള്ളത് മനസ്സിൽ കണക്കൂട്ടി വെച്ചാ പിന്നെ അതുപോലെ സംഭവിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. ആ കണക്കൂട്ടലുകളൊക്കെ എന്നെ മാച്ചു. ഈ വീട്ടിൽ വായിക്കാൻ കൊള്ളാവുന്ന എത്രയോ പുസ്തകങ്ങളും മാസികകളും ഉണ്ട്. അതൊന്നും തൊടില്ല. അങ്ങാടി കാണുന്ന ചവറ് മുഴുവൻ വാങ്ങി വായിച്ചു കൂട്ടും. അതിന്റെ ഹാങ് ഓവർ ആയി കണ്ണുകുത്തിക്കളി മരഞ്ചുറ്റി പ്രേമൊക്കെ. അവള് പണ്ട് മുതലേ അങ്ങനെയാ. കുറുമ്പും ചുണ്ടിയും ഉണ്ടെന്നേ ഉള്ളൂ. ഉള്ളു ശുദ്ധ. പാവം. ഉവ്വ് ഉറങ്ങുമ്പോഴായിരിക്കും. ചിരിയുടെ ഇടയ്ക്ക് ഉത്തര പേപ്പർ നോക്കുന്ന മുടക്കണ്ട, കുട്ടികൾ ചുറ്റിപ്പോവും. അപ്പൊ ഇവിടെ അവൻ വായനശാലയിൽ പോയി. അമ്മമ്മ വൈദ്യരെ കണ്ടോ? ഏത് നേരം തെണ്ടി നടപ്പാ ചെക്കന് ജോലി. ഞാൻ വരുന്നവരെ ഇവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് പോയതാ. ആറാഴ്ച കഷായം കുടിക്കണം പോലും. ഇനി അതിനുള്ള മരുന്ന് കണ്ടുപിടിക്കാനാ പ്രയാസം. പോരട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ തിരുമ്മൽ എന്നൊക്കെ പറയുന്നത് പ്രത്യേക കലയാണ്. അതെനിക്കില്ല എന്ന് കരുതരുത്. മതി ശേഖര. അമ്മമ്മ കുറച്ചു ദിവസം എന്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞ കേക്കണ്ടേ? എങ്കിൽ ഞാനിത് തിരുമ്മി ഇല്ലാണ്ടാക്കി തന്നേനെ. എന്റെ കാലിന്റെ കാര്യമാണോടാ? അമ്മമ്മയുടെ ഒരു തമാശ. വാദത്തിന്റെ കാര്യമാ ഞാൻ പറഞ്ഞത്. ആ, ഞാൻ എന്നും വീട്ടിൽ പറയും അമ്മമ്മയുടെ കാലിന്റെ കാര്യം. ചേട്ടനോടും ചോദിച്ചേ, ഇന്നലെ കൂടി പറഞ്ഞു ഇല്ലേ ഏട്ടാ? പിന്നെ അമ്മമ്മ വീരത്തിന്റെ കാര്യം പിള്ളേരോട് പറഞ്ഞോ? അവർ ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഓ, അയ്യോ. ആ ഉണക്ക തള്ളയുടെ കാര്യം തിരുമ്മിയോണ്ട് ഒരു കാര്യമില്ല. നീ ഇങ്ങനെ പഴം വിഴിഞ്ഞ പോലെ ഇരിക്കാതെ എന്തെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ ഗൗരി? ഞാൻ എന്തോ ആലോചിക്കാനാ? എനിക്കൊരു 2ാം കല്യാണം. എടേ, ഇനി ഈ വീടിന്റെ പിടി മുഴുവൻ അനിലയുടെ കയ്യില. ആ പിടിയിൽ നമുക്കൊരു പിടിയില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. ഞാനത് നിങ്ങളെക്കാൾ മുമ്പേ കണ്ടു. ഓഹോ,
പോരട്ടെ പോരട്ടെ, നിന്റെ വായിന്നൊരു മണ്ടത്തരം കേട്ടിട്ട് 2 ദിവസമായി. കേട്ടിട്ട് പറ മണ്ടത്തരമാണോന്ന്. അനിലേക്ക് വീട് വിൽക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നിലയ്ക്ക് വിറ്റ വിനോദിനെ എങ്ങോട്ട് പോകുന്ന? അവൾ സ്കൂളിൽ പോവും. എന്റെ ചേട്ടാ, അവൾ ആരുടെ കൂടെ താമസിക്കുമെന്ന്? അത് ശരിയാ, ആരുടെ കൂടെ താമസിക്കൂ? അനില് പറയുന്നതും അത് തന്നെയാ. അവള് പറഞ്ഞപ്പോഴാ എനിക്കും ആ ബുദ്ധി തോന്നിയത്. ഏത് ബുദ്ധി? അതാ പെൺബുദ്ധി. വിനുവിന്റെ കല്യാണത്തിനാണെന്ന് പറഞ്ഞാ അപ്പു അമ്മമ്മയെ സ്ഥലം വയ്ക്കാൻ സമ്മതിക്കും. ശ്രീധന് ചോദിക്കാത്ത വല്ല ഭാര്യ മരിച്ചവരോ ഭാര്യ ഒഴിവാക്കിയവരോ ആരായാലും മതി. അങ്ങനെ ഇപ്പൊ ഒരാളെ എവിടുന്ന് കണ്ടുപിടിക്കാന്? അത് നിങ്ങൾ ആണുങ്ങൾ കണ്ടുപിടിക്കണം. ഞാനായിട്ടൊരു ബുദ്ധി പറഞ്ഞു തന്നു. ഇനി നിങ്ങളുടെ കഴിവ് പോലിരിക്കും. എന്താ 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 കിട്ടിപ്പോയി. ആളെ കിട്ടിപ്പോയി. ആരെ കിട്ടിയെന്നാ തെളിച്ചു പറ. എടേ, വിനോദിനിക്ക് വരനെ കിട്ടി. സഹദേവൻ മാഷില്ലെങ്കിൽ വേറൊരു മാഷ്, യുവ കോമളന. എന്തേ കാണിക്കുന്നത്? എന്തത്ര ആളെ കാണാത്തത്? ഒരുങ്ങയായിരിക്കും. സംഗതി എന്നും കാണുന്നതാണെങ്കിലും ഇതൊക്കെ ഒരു ചടങ്ങാ. പെണ്ണുങ്ങളല്ലേ? ടീച്ചർ എവിടെയാണ്? ഞാനിപ്പോ വരാം. ഞാൻ വരണോ? വേണ്ട, ചായം കുടിച്ച് അവിടെ ഇരുന്നാ മതി. അമ്മമ്മേ, വിനു എവിടെ? ഛേ, മുഖത്ത് വന്ന മഹാലക്ഷ്മിയെ തട്ടിക്കളയായിരുന്നു അവളോട് പറയണം. ആ മാഷിന് എന്താ കുഴപ്പം? അയാൾ അവൾക്കൊരു ജീവിതം കൊടുക്കാൻ പോവുക. വിനോദിനി ഇവിടെ ഇല്ല, ട്യൂഷന് പോയിരിക്കുക. എന്താ മാഷേ? ഒന്നുമില്ല, വെറുതെ. അപ്പൂട്ടൻ കോളേജിൽ പോയതാ? അല്ല, കടപ്പുറത്ത് മത്സ്യം വാങ്ങാൻ. ഒരു കാര്യം ഞാൻ പറയാം, എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും മാഷാണെന്നുള്ള ബഹുമാനം കൊണ്ട് ഞാൻ ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല. 2ാം കെട്ടുകാരനും ഭാര്യയെ ചവിട്ടിക്കൊന്നവന് തലയെ കെട്ടിവെച്ച് കൊടുക്കാനേ പൂത്തോട്ട് ആരും പുര നിറഞ്ഞു നിൽക്കില്ല. അങ്ങനെ ഉണ്ടാവുമ്പോ അറിയിക്കാം. അപ്പൊ വന്നാ മതി, മനസ്സിലായോ? ഇനി മേലാൽ ഇവിടെ കണ്ടാൽ. അല്ല, അത് ഞാൻ ശേഖരന്റെ കൂടെ ഇങ്ങനെ എന്നോട് പുറത്ത് ഇറങ്ങാൻ. ഒരു ജീവിതം കൊടുക്കാന്ന് വിചാരിച്ചു വന്നപ്പോ സ്വന്തം ജീവിതം അപകടത്തിലാകുന്ന മാതിരിയാണ്. അപ്പു, നീ എന്തായി കാണിച്ചേ? അത് ശരി, കെട്ടിലമ്മയുടേതാണോ ഇതിന്റെ പിന്നിലെ ബുദ്ധി? ഭഗവതിയാണ് ഞാൻ ഇപ്പഴാ അറിഞ്ഞത്. ചേരേട്ടൻ വിളിച്ചോണ്ട് വന്നാ. എവിടെ ശേഖരേട്ടൻ? അപ്പൊ എപ്പോ വന്നു? നിന്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ശേഖരേട്ടാ, എന്റെ മൂത്തളിയനാ നിങ്ങള്. അതെ, ആ ബഹുമാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് കളയരുത്. ഇല്ല. സംബന്ധം കൂടാ വന്ന നായര് പൂത്തോട്ട പെണ്ണുങ്ങൾക്ക് ആളെ അന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട. എടാ, നീ ശേഖരത്തിന് ന്യായം പഠിപ്പിക്കാൻ വന്നതാ? മൂത്ത് നരച്ച് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ടെന്ന് കരുതി അങ്ങനെ ഒരു സഹായം ചെയ്യാന്ന് വെച്ചപ്പോ. നിങ്ങളെയൊക്കെ മൂത്ത് നരയ്ക്കാൻ കഴിപ്പിച്ചില്ലേ? സാമർത്ഥ്യമില്ലാത്തവർക്ക് ഇവിടെ എങ്ങനെയെങ്കിലും ജീവിക്കണമല്ലോ. അവരും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കും. ശേഖരേട്ടന് കിട്ടാനുള്ള വീതമാണല്ലോ വേണ്ടത്. 3 മാസം അതിനുള്ളിൽ തന്നിരിക്കും. ഗൗരി, പെട്ടിയെടുക്കേ. എനിക്ക് ഇത്രയും കേട്ടാ മതി. പിന്നെ 3 മാസം എന്ന് പറഞ്ഞാൽ 3 മാസം. പിന്നെ ഒരു ദിവസം കൂടി ശേഖരൻ കാത്തു നിൽക്കില്ല. അപ്പു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് കിട്ടിയിരിക്കും. ഇനി പെട്ടിയെടുക്കാൻ ഇനി എന്റെ പട്ടി പോലും നിൽക്കില്ല. അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ശേഖര എല്ലാം ഞാൻ കേട്ടു. എനിക്ക് തൃപ്തിയായി. ഒന്നും മിണ്ടാതിരി. വന്നിട്ട് പോകാം മോളെ. വേണ്ട അമ്മമ്മേ, ഞാനും എന്റെ നായരുമാണല്ലോ ഇവിടെ അധികപ്പെട്ട്. ഞാൻ കാരണം ഈ തറവാടിന് അമ്മമ്മ അങ്ങോട്ട് വാടാ. ഇങ്ങോട്ട്. ഇവിടെ നടന്ന പകൽപ്പൂരം നോപ്പോൾ അറിയണ്ട. അതും കൂടെ സഹിക്കാൻ അവർക്ക് താടി ഉണ്ടാവില്ല. അപ്പോ വെള്ളത്തിലധികം മുങ്ങണ്ട. പുഴ കലങ്ങിയിരിക്കണു. ചെക്കൻ ഇന്നലെ രാത്രിയും ചുമക്കണ കേട്ടു. ഞാൻ നടാടെ പുഴയിൽ മുങ്ങണെന്ന് തോന്നും. ഓപ്പട്ടെ പറച്ചില കേട്ടാ. അധികം പുളുവൊന്നും വേണ്ട. പനിച്ചിടുന്ന ക്ലാസ് മുടങ്ങും. അതുകൊണ്ട് പറഞ്ഞതാണേ. ഇഷ്ടായില്ലേ അച്ഛാ പൊറുക്ക. ഓപ്പളെ, ഇന്നാ ട്യൂഷൻ ഫീസ് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ മാസത്തേക്ക് കുടിശ്ശിക. മാഷയുടെ ഒരു കഥ ഇന്നത്തെ മാതൃഭൂമിയിലുണ്ടല്ലോ. എന്നാ അയച്ചതാ? കുറച്ചു നാളായി. അപ്പോ 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 ടീച്ചറെ? അവൻ കുളിക്കാൻ പോയി. ഇപ്പൊ എത്തും. എന്താ എല്ലാരും കൂടി? എന്റെ പൊന്ന് ടീച്ചറെ, ഞങ്ങൾ തൃശൂർ സ്വർഗത്തിലാ.
അപ്പൊ കോളേജിൽ ഇലക്ഷൻ മത്സരിക്കാൻ സമ്മതിച്ചു. ഞാൻ നോമിനേഷൻ കൊടുത്തു, വർക്കും തുടങ്ങി. പിന്നെ മൂപ്പരെ പൊടി പോലെ വഴിക്ക് കാണാനല്ല. വോട്ട് പിടിക്കാൻ ചെല്ലുമ്പോ കുട്ടികൾ ചോദിക്കുന്ന സ്ഥാനാർത്ഥി എവിടെയെന്ന്. അപ്പു ഒന്ന് മുഖം കാണിച്ചാൽ ഞങ്ങളുടെ പാനൽ മുഴുവനും പാട്ടും പാടി ജയിക്കും. അനിലയുടെ കല്യാണത്തിന്റെ പേര് പറഞ്ഞു മുങ്ങിയതാ. ടീച്ചർ ഒന്ന് പറഞ്ഞു വിടണം. ഞാൻ പറയാം. അയ്യോ, പറഞ്ഞാൽ മാത്രം പോരാ. ടീച്ചർക്ക് അക്ഷയ പറഞ്ഞൊന്ന് ബില്ലിംഗ് ആക്കി തരണം. ഞങ്ങളുടെ പ്രസ്റ്റീജ് പ്രശ്നമാണ്. നോമിനേഷൻ കൊടുത്ത് ചുവരെഴുത്ത് വരെ കഴിച്ചു. അപ്പു വന്നില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവും. ശരി, ഞാൻ പറഞ്ഞുവിടാം. ഇനി അവൻ വരാത്തോണ്ട് നിങ്ങൾ ആരും കഷ്ടത്തിലാവണ്ട. ടീച്ചർ ഏറ്റാ മതി. ഉം. ഏറ്റവും അവനെ തെരഞ്ഞെടുപ്പിനും സമരത്തിനും ഒന്നും വിടണ്ട. നീ എന്തിനാ വിടാമെന്ന് പറഞ്ഞത് കുട്ടികളോട്? അവനൊരു ആൺകുട്ടിയല്ലേ അമ്മമ്മേ? ഈ മുറി കയറി കഥ അടച്ചിരുന്നാ മതിയോ? ഇത് പിന്നെ സമരവും കച്ചറയൊന്നും അല്ലല്ലോ, തെരഞ്ഞെടുപ്പല്ലേ. അപ്പു രാഷ്ട്രീയത്തെ ശോഭിക്കില്ലെന്ന് ആര് കണ്ടു വിനു? ജയിച്ചു വല്ല മന്ത്രി MP ഒക്കെ ആയാലേ നമ്മുടെ പ്രൊമോഷന്റെ കാര്യം മറക്കരുത്. ഒന്നും വേണ്ട, ഇപ്പൊ ഉള്ളത് തന്നെ ജാസ്തിയാ. ഓപ്പോളായി ചെക്കനെ വെറുതെ ലാളിച്ച് ചീത്തയാക്കണേ. നിങ്ങൾ ഇളയ കുട്ടികളെയല്ലേ ഓപ്പോൾ ഞാൻ പോണില്ല, എനിക്ക് വയ്യ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ നോമിനേഷൻ കൊടുത്തോണ്ടല്ലേ അവര് വിളിക്കാൻ വന്നത്. നിന്നെ പറഞ്ഞു വിടാന്ന് ഞാൻ വാക്ക് കൊടുത്തു. ഇനി പറ്റില്ല എന്ന് പറഞ്ഞിരുന്നാൽ എങ്ങനെയാ? ആൺകുട്ടികൾ വാക്ക് പറഞ്ഞാ വാക്ക് പാലിക്കണം. ചെല്ലടോ, അവരെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ. ഇന്നും ദേവേട്ട ഈ ഷർട്ട് തന്നെ ഇടുന്നത്? ആ പച്ച ഷർട്ട് ഞാൻ അലമാരിൽ ഇസ്തിരി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓ, സാരമില്ലെന്ന്, ഇതൊക്കെ മതി. അപ്പോ അപ്പോ എന്താ ദേവേട്ടാ? ദാ, ട്യൂഷൻ ഫീസ് കൊടുക്കാൻ വൈകിക്കണ്ട. ഞാൻ കൊടുത്തല്ലോ. അത് 2 മാസം മുമ്പല്ലേ, ഇത് ഈ മാസത്തെ. എന്തേ, ഞാൻ തന്നെ വാങ്ങണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് ട്യൂഷൻ ഫീസ് ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോ ചോദിക്കായിരുന്നില്ലേ? ദേവൻ കേട്ടപ്പോഴേ ഞാൻ കരുതിയതാ. ഞാനത് ഓർത്തില്ല, അല്ലെങ്കിൽ തീരെ ബോധിച്ചിട്ടില്ല. ഒരു കഥ കടിച്ച ശബ്ദം ഉണ്ടാക്കലും ഭൂമി വിളിക്ക് നടത്തവും ഒക്കെ നിനക്ക് തോന്നണതാ. അവര് തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യപ്പണക്കം ഉണ്ടാവും. അല്ലാണ്ട് ദേവൻ നിനക്ക് പൈസ തരുന്നതിന് അവക്കെന്തിനാ ഇഷ്ടക്കേട് തോന്നണേ? ഓപ്പോളുടെ ശുദ്ധഗതി എല്ലാത്തിനും കാരണം എനിക്കറിയാം. എല്ലാവരും ആ, എല്ലാരും ഉണ്ടല്ലോ. രഘുവിന്റെ വീട് വരെ ഒന്ന് പോണം. അപ്പൊ നീയും വാ, എന്ന് ഓപ്പോൾ നടന്നോളൂ. ആ, വാ. ഞാൻ കുറച്ചു ദിവസമായി ടീച്ചറൊന്ന് കാണാതിരിക്കായിരുന്നു. ആ സഹദേവ മാഷിന്റെ കാര്യത്തിൽ എനിക്ക് പോലും സിമ്പതിയാ. പാവം, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ആവോ? ഒന്നോർത്ത ലക്ക, ഒരു വീട്ടിൽ ഭാര്യയും കാമുകിയും. മൂപ്പരുടെ ഭാഗ്യം ഭാഗ്യം തന്നെയാണേ. സോറി, നേരായിട്ടും സോറി. എനിക്കറിയാം, ഈ സ്നേഹിച്ച പുരുഷനെ മറ്റൊരാൾ സ്വന്തമാക്കുക, എന്നിട്ട് കൺമുന്നിൽ വെച്ച് ഹണിമൂൺ എൻജോയ് ചെയ്യുക, ആ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഞാനിത് കുറച്ചാളായി പറയണമെന്ന് കരുതുന്നു. റിയലി, ഇനി ടീച്ചർക്ക് എന്ത് ഹെൽപ്പിന് ഞാൻ തയ്യാറാ. ഒരു മിനിറ്റ്. എന്താ? സാറൊന്ന് ഇറങ്ങണം, ഒരു കാര്യം പറയാനാ. വിവരങ്ങളൊക്കെ വിനോദിനി പറഞ്ഞു, എനിക്കിഷ്ടായി. വളരെ ജെന്യുവനായ സജഷന. അത് പിന്നെ സ്കൂൾ മാനേജറുടെ മകന്റെ കൂടെ ആവുമ്പോ സമ്മതിക്കാതെ വയ്യല്ലോ.
ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നാട്ടുകാരറിഞ്ഞാലേ അതിന്റെ നാണക്കെട്ട് രവീന്ദ്ര സാറിന് കൂടിയാ. സ്വന്തം സ്കൂളിലെ മാഷ് എന്ന് തല്ല് കിട്ടിന്നൊക്കെ പറഞ്ഞാലേ ഏയ് സാറ് പറയില്ല. അത്ര കണ്ട് മണ്ടനൊന്നുമല്ല സാറ്, ആണോ? അമ്പലക്കടവിന്റെ അപ്പുറത്തൊരു വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന് മനക്കിലെ ഗായത്രി ഇന്നലെ ഇവിടെ വന്നപ്പോ പറയണ കേട്ടു. അവിടുന്ന് വെച്ചാ ദേവേട്ടന് സ്കൂളിൽ പോകാൻ എളുപ്പാ. ടൈപ്പ് പഠിക്കാൻ പോണ കാലത്ത് ഞാൻ എന്നും കാണുമായിരുന്ന വീടാ. എനിക്കിഷ്ടാ. നല്ല കൊച്ചു വീട്. ഏതോ മാപ്പിളമാരുടെ ആണത്രേ. വാടകയും കുറവാണെന്നാ ഗായത്രി പറഞ്ഞേ. അതിന്റെ കോലായ നമ്മുടെ കോലായേക്കാൾ ഇരട്ടി വലുപ്പമുണ്ട്. അവിടെ ദേവേട്ടന് എഴുതാനൊക്കെ സൗകര്യം ഉണ്ടാവും. ഈ വീട്ടിലെ പ്രതി അനിലേക്ക് മടുത്തുന്നുണ്ടോ? മടുത്തില്ല. അങ്ങനെ ഉണ്ടാവുന്നതിന് മുമ്പ് മാറുന്നല്ലേ എല്ലാവർക്കും നല്ലത്. പിന്നെ നിന്റെ ഈ രണ്ടർത്ഥം വെച്ച് സംസാരിക്കുന്ന മായാജാലം ഒന്നും എന്റെ അടുത്ത് വേണ്ട. നിനക്കിപ്പോ എന്താ വേണ്ടത്? അതിന് ദേവേട്ടൻ എന്തിനാ ചാടിക്കടിക്കാൻ വരണേ? അപ്പൊ എന്തോ കാര്യമുണ്ട്. ഉണ്ടടി, കാര്യമുണ്ട്. ഇവിടെ വന്ന് കയറിയപ്പത്തോട്ട് തുടങ്ങിയതാ നിന്റെ അർത്ഥം വെച്ചുള്ള സംസാരവും പ്രവർത്തിയൊക്കെ. കഴുത്തിലൊരു താലി കിട്ടിയെന്ന് വിചാരിച്ചേ നിന്റെ താളത്തിനൊത്ത് തുള്ളാനും തന്നെ കിട്ടില്ല. അതിന് വേറെ ആളെ നോക്കണം. വേറെ ആളെ നോക്കണം എന്ന് വെച്ചാ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതിന് കൂടുതൽ അവസരം സൗകര്യം ദേവേട്ടനുണ്ടല്ലോ. ഒരിക്കൽ നിന്നെ മുറുക്കി പുറത്തിറക്കി വിട്ടാലുണ്ടല്ലോ പിന്നെ ജമ്മ നീ എന്റെ ഒപ്പം കഴിയില്ല. അച്ചി വീട്ടി പൊറുക്കാൻ വരുന്ന ചില മൊയന്ത് നായന്മാരോട് സംസാരിക്കുന്ന ഭാഷേനടുത്ത് പറഞ്ഞുണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല. അറിയാം, നന്നായിട്ട് അറിയാം. ഇഷ്ടമല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ എന്റെ കഴുത്തി താലി കെട്ടിയത്? പൂത്തോട്ടുകാര് കാല് പിടിച്ച് പിന്നാലെ വന്നൊന്നല്ലോ. കാല് പിടിച്ചടി, കാല് പിടിച്ചു. മുണ്ട് മുറുക്കി എടുത്ത് പട്ടിണിയും ദാരിദ്ര്യവും പുറത്തിറക്കാതെ നിന്നെ നിന്റെ അനിയനൊക്കെ വളർത്തി വലുതാക്കി ഇങ്ങനെ മൊന വെച്ച് സംസാരിക്കാൻ ത്രാണിയുണ്ടാക്കിയ സാധു സ്ത്രീ ഉണ്ടല്ലോ നിന്റെ ഏട്ടത്തി. അവര് വന്ന് കരഞ്ഞെന്റെ കാല് പിടിച്ചു. എന്റെ തൊലിമിനിപ്പ് നിറവും കണ്ടപ്പോ ഈ പറഞ്ഞ സാധു സ്ത്രീയെ ഓർത്തില്ലല്ലോ. എന്നെ കെട്ടിയ ത്യാഗത്തിന്റെ പേരും പറഞ്ഞ് ഇവിടെ 2 മുറിയിൽ അന്തി പറക്കുമെന്ന് കരുതണ്ട. പൂത്തോട്ടുകാർക്ക് ആ പതിവില്ല. എന്റെ അടുത്ത് എന്തിനാ ചാടിക്കടിക്കുന്നത്? ഞാൻ ആരോടും വീട് മാറാന്ന് പറഞ്ഞില്ല. ഞങ്ങള് മാറി എന്താന്നൊരു അഭിപ്രായം ദേവേട്ടനോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിലിപ്പോ എന്താ അത്ര തെറ്റ്? കല്യാണപ്പന്തല് മുറ്റത്തൊന്നും അയച്ചില്ല. അതിനുമുമ്പ് ഞങ്ങളും നിങ്ങളെന്നൊക്കെ നീ തരംതിരിച്ചല്ലോ. നിനക്ക് മനസ്സാക്ഷി എന്ന് പറയുന്നുണ്ടോ? എടാ ചെക്ക, എന്റെ അടുത്ത് നിന്റെ പേടിപ്പെടുത്തലൊന്നും വേണ്ട. ചേരേന്റെ പൈസ 3 മാസത്തിനുള്ളിൽ കൊടുക്കാൻ നീ പറഞ്ഞല്ലോ. എവിടെ നിന്നെടുത്ത് കൊടുക്കാനാ? ഇനി ചേരേട്ടം വന്ന് ബഹളം ഉണ്ടാക്കിയാ എനിക്ക് ദേവേട്ടന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല. പിന്നെ നിനക്ക് ഡോക്ടർ ആവാൻ എഞ്ചിനീയർ ആവാനൊന്നും ഞങ്ങളുടെ ഈ കാശില്ല. അനി, ഡോക്ടർ ആവുന്നു ആവാത്തൊന്നും നീ ആലോചിച്ച് വിഷമിക്കണ്ട. എന്റെ കഴുത്തിൽ ഇത്തിരി ജീവനുണ്ടെങ്കിൽ അവൻ പഠിക്കുന്ന അത്ര ഞാൻ പഠിപ്പിക്കും. അതിന് നിന്റെയോ നിന്റെ നായരുടെയോ ഔദാര്യമൊന്നും വേണ്ട. പറഞ്ഞു കേട്ടോ? ഈ വിഷയം ഇനി ഇവിടെ ആരും സംസാരിക്കാൻ പാടില്ല. അപ്പോ നീ വീട് ഭരിക്കാൻ പോന്നോ കോളേജിൽ പോന്നോ? ഇന്നലെ നീ ആ കുട്ടികളോട് ചെല്ലാമെന്ന് പറഞ്ഞത്. വേഗം ചെല്ല്, അവര് കാത്തിരിക്കുന്നുണ്ടാവും. എന്റെ കാണാമ്പഴ ദേവി, ഇനി എന്തെല്ലാം കാണണം. അമ്പലക്കടവിന്റെ അവിടുത്തെ വീട് പോയി നോക്ക. ഇഷ്ടയച്ച ഞാൻ സംസാരിക്കാം. അതിന്റെ മുതലാളി മാപ്പിള അച്ഛന്റെ പഴയൊരു സ്നേഹിതനാ. പരിചയമൊന്ന് പുതുക്കിയ വാടക കുറച്ച് കിട്ടുമെന്ന് നോക്കാലോ. ഭ്രാന്ത് പിടിച്ച ആരെങ്കിലും എന്തെങ്കിലും പറയണ കേട്ട് ഞാൻ ആ കാല് പിടിച്ച് മാപ്പ് പറയാം, ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടി. ദേവേട്ടാ, ദേവേട്ടന് ഞാൻ പറയുന്ന ധിക്കാരമേ തോന്നിയാൽ ക്ഷമിക്കണം. വീട് മാറിയേ പറ്റൂ.
നിങ്ങൾ മാറുന്നില്ലെങ്കിൽ ഞാനും എപ്പോഴും മാറും. അപ്പു, വീട് മാറിയതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് അപ്പു കരുതുന്നുണ്ടോ? ഇല്ല, വിധിച്ചതൊക്കെ അനുഭവിച്ച് തീർത്തേ മതിയാവൂ. ഒന്നും ഉണ്ടായിട്ടാണെന്ന് ദേവൻ കരുതരുത്. എന്നായാലും ഞങ്ങൾ മാറണമല്ലോ. അത് കുറച്ച് നേരത്തെ അയച്ചാ. ഇന്ന് വരെ അനുസരിച്ചിട്ടേ ഉള്ളൂ വിനു പറയുന്നത് എന്തും. പക്ഷേ ഇത് മാത്രം പ്ലീസ്. ദേവേട്ടാ, ഒരു മനുഷ്യജന്മം അനുഭവിച്ച് തീർക്കാനുള്ളത് മുഴുവൻ എന്റെ ഓപ്പൺ അനുഭവിച്ച് തീർത്തു. ഓർമ്മ വെച്ച നാൾ മുതലേ കണ്ടു വളർന്നതാ. വയ്യ, ഇനി ഇത് കാണാൻ വയ്യ. ഇതിന്റെ പേരിൽ എന്നെ അഹങ്കാരി എന്ന് വിളിക്കണം എന്ന് വെച്ചാ വിളിച്ചോളൂ. മറ്റു നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ഞങ്ങൾ മാറും. ഈ ഒരു രാത്രി കൂടി മാത്രമേ നമ്മൾ ഒരുമിച്ച് വീട്ടിലുണ്ടാവും. അത് തീർച്ച. ഓപ്പോളെ, ഓപ്പോളെ നീ സ്കൂളിൽ പോണില്ലേ? ഓപ്പോൾ എന്തിനാ വിഷമിക്കുന്നത്? പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ഞാനൊരു പണി കണ്ടുപിടിക്കും. പഠിത്തവും ജോലിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാലോ. എന്തെങ്കിലും ഡിഗ്രി എടുക്കാൻ കോളേജിൽ പോകണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ലല്ലോ. ഇനിയെങ്കിലും ഓപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കും. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമാണ് വലുത്. ഒന്നുമില്ല, അവള് കുട്ടിയല്ലേ അപ്പോ. ഞാൻ എടുത്തോണ്ട് നടന്ന, ഞാൻ ചോറൂട്ടി വളർത്തിയ എന്റെ കുട്ടി എന്തെങ്കിലും അറിവില്ലാണ്ട് പറഞ്ഞു എന്ന് കരുതി നീ. പക്ഷെ എന്റെ അപ്പോ പഠിച്ചു വലിയ ആളായി കഴിഞ്ഞ ഈ ഓപ്പോളെ മറക്കൂടാ. എന്താ ഓപ്പോളെ? ഓപ്പോൾക്ക് ഞാനുണ്ട് എന്നും. ഓപ്പോൾ ഒന്നും മറന്നു. എനിക്ക് ചോറ് തരാൻ. ഇന്ന് എനിക്ക് ഓപ്പോൾ തന്നെ ചോറ് തന്നു വിടണം. എഴുന്നേക്ക് ഓപ്പോളെ, എഴുന്നേറ്റ് സ്മാർട്ടായിട്ട് അപ്പൂന് ചോറ് എടുത്തതാ. എഴുന്നേക്ക് വാ. ഓപ്പോൾക്ക് ഒരു കാര്യം അറിയണോ? ഞങ്ങളുടെ പാർട്ടിയുടെ ശക്തി പ്രകടനമാണിന്ന്. തലക്കൽ കൊടി പിടിച്ചോണ്ട് ആളുണ്ടാവും. ആരാന്നോ? അധികാരിയുടെ മുകളിൽ ഇടക്കുട്ടി. ആയമ്മ ഈ ആഴ്ച മുഴുവൻ എനിക്ക് വേണ്ടി വോട്ട് പിടുത്തമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് കോളേജിൽ ലെക്ചർമാർ മുഴുവൻ അറിഞ്ഞു. എന്താ ഓപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നേ? വന്ന് അപ്പൂന് ചോറെടുത്താ. എഴുന്നേക്ക് ഓപ്പോളെ, നടക്ക്. അപ്പൂനിന്ന് ഓപ്പോൾ എന്നെ ചോറെടുത്ത് തരണം. ടീച്ചറേ, നിങ്ങൾ ഇന്നാള് പറഞ്ഞ അനിയും കുട്ടിയുടെ ഷർട്ടിന്റെ തുണി. എന്റെ കയ്യില് ഇപ്പൊ കാശ്. കായിന്റെ കാര്യം നമ്മളിപ്പോ ചോദിച്ചില്ല. അത് വിട്. നിങ്ങളിപ്പോ ഇത് പിടിക്ക്. അള്ളാ, ഏതാപ്പ അവിടെ ബേക്ക് ലിഫ്റ്റ് ചെയ്യണേ. നമ്മള് പോട്ടെ. ചേട്ടാ, കുട്ടീനെ തനിച്ച് പുറത്തിറങ്ങി നടക്കൊന്നും വേണ്ട. പോയി കുറച്ച് മധുരം വാങ്ങി വന്നോളൂ. അച്ഛനാവാൻ പോകുന്നു ദേവൻ മാഷ്. ആഹാ, മാഷും ഉണ്ടോ?
അപ്പൊ ഞാൻ രാഷ്ട്രീയം വല്ല ഉണ്ടായിരുന്നു. കോളേജിലെ കാര്യമല്ലേ, അതിന് കാരണം വല്ലതും വേണം. കത്തിക്കുത്തായിരുന്നു, മറ്റാരോ കുത്തിയത്, മാറിക്കൊണ്ടതാ അത്രേ. ആ ടീച്ചറുടെ കാര്യം ഓർക്കുമ്പോൾ കഷ്ടായിപ്പോയി. മഴവിൽ തമ്പുരു
സഹദേവ, ഒന്ന് വരൂ. അപ്പുവിന്റെ കൂട്ടുകാരൻ രഘുവിന്റെ നില ഒന്ന് ഉറപ്പിച്ച് പറയാൻ വയ്യെന്ന ഡോക്ടർമാർ പറയണേ. ഇന്നലെ ബോധം വീണപ്പോ അപ്പുവിനെ അന്വേഷിച്ചു അത്രേ. വീട്ടില് വിനോദിനി അവരെ ഫേസ് ചെയ്യാൻ വയ്യ. എന്ത് പറഞ്ഞാണെന്ന് ആശ്വസിപ്പിക്കാൻ. ചേച്ചേ, നീയും കൂടി തളർന്ന അവളുടെ മനസ്സ് കണ്ടവരിൽ നീയാണിനി ബാക്കി. ആ, വിനു, ദേവാ, എന്റെ അപ്പു. മറ്റുള്ളവരെ കൂടി ആശ്വസിപ്പിക്കേണ്ട വിനു അല്ലേ? അപ്പോൾ എന്ന് വിളിച്ചെന്നെ ആശ്വസിപ്പിക്കാൻ ഇനി എനിക്കാരോ ഉള്ളത്? അല്ലേ? അല്ല ഞാൻ തൊട്ടുപോര് തന്നെ. എനിക്ക് നിങ്ങളെ കാണണ്ട. അല്ല ഞാൻ പറയുന്നു നിനക്ക്. എന്റെ കൺമുമ്പിൽ കണ്ടിട്ടും ഞാനിത് വിശ്വസിക്കേണ്ടതാണ് നിങ്ങൾ പറയുന്നത്. കൂടപ്പിറപ്പിന്റെ പട്ടട പിന്നെന്തൊടി കത്തി തീരുന്നതിന് മുൻപ് അനി, നീ വിചാരിക്കുന്ന പോലൊന്നുമല്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. എല്ലാരും കൂടി എന്നെ വഞ്ചിക്കുകയായിരുന്നു. മോളെ, പഠിപ്പും വിവരവുമുള്ള നിങ്ങളിൽ നിന്ന് അമ്മമ്മ ഇത് പ്രതീക്ഷിച്ചില്ല. എനിക്ക് മനസ്സിലാവുന്നിട്ട് ചോദിക്കുക, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഏട്ടനൊന്നും പറയാൻ പോണ്ട, പിന്നെ അത് മതി. എന്നാലും കണ്ടത് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് തോന്നുന്നത് അനില പറഞ്ഞതാ ശരിയെന്ന്. സ്വത്ത് ഭാഗം ചെയ്യുന്ന കാര്യമല്ലേ, അത് നമ്മളായിട്ട് തീരുമാനിക്കേണ്ടതല്ലോ. അമ്മമ്മ എന്ത് പറയുന്നു? ആ
മാഷെത്തിയല്ലോ. ഞങ്ങൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്ന് ആലോചിക്കുകയായിരുന്നു. പ്രശ്നോ? പ്രശ്നം സ്വത്ത് തർക്കം. പരിഹാരത്തിനുള്ള വഴി എന്താ പറഞ്ഞോളൂ. വീട് ഭാഗം വെക്കാന്ന് പറയായിരുന്നു അനില. ആവാം. ഓട്ടുരുളി മുതൽ ഉപ്പ് ചിരട്ട വരെ കണ്ണുടക്കി വെച്ചിട്ടുണ്ടാവില്ല അകത്തമ്മമാര്. കണക്ക് പറഞ്ഞ് അളവ് നോക്കിയും എല്ലാം കൊണ്ടുപോകുന്നതിന് മുമ്പ് കൊന്നു തരുവാ പാവം സ്ത്രീ ഒന്ന്. മറ്റൊന്നും വേണ്ട, ഒരു മുഴം കയറോ ഒരു തുള്ളി വിഷമോ കൊടുത്താൽ മതി. അതിന് ചെലവാകുന്ന കാശും തുല്യമായിട്ട് വായിക്കാം. കണക്കെഴുതി വെച്ചോളൂ, തെറ്റാതെ. ഒരു വീതം ഞാനും തരാം. വേണ്ട, ഇനി മാഷിന്റെ തറ നമ്പറുകളൊന്നും ഇവിടെ വേണ്ട. ദൃക്സാക്ഷികളായിരിക്കുന്നവരൊക്കെ നിഷേധിക്കാൻ പറ്റുമോ? നിർത്താൻ. പട്ടിണിയായാലും ദാരിദ്ര്യമായാലും സ്വസ്ഥമായിട്ടൊന്ന് തല ചായ്ക്കാൻ എനിക്ക് ഇത്തിരി സ്വയം തരുമോ മക്കളെ നിങ്ങള്? ശേഖര, വസ്തു വളർന്നു തിരിക്കാൻ ആളെ വിളിച്ചോളൂ. ആയിരത്തി 1989 ആണ്ട് ജനുവരി മാസം 3-ാം തീയതി പാലക്കാട് ജില്ലയിൽ തൃപ്പങ്ങോട്ട് പഞ്ചായത്തിൽ തോട്ടക്കര അംശം ദേശം സർവേ നമ്പർ 51/5 തെക്ക് ഭാഗം വയലും വടക്ക് ഭാഗം റബ്ബറും കിഴക്ക് ഭാഗം തെങ്ങിൻ തോപ്പും ഉൾപ്പെട്ട 2.5 ഏക്കർ സ്ഥലവും അതിലെ സ്ഥാവര ജംഗമ വസ്തുക്കളും ഇപ്പോൾ കൈവശം വെച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പൂത്തോട്ട് തറവാട്ടിൽ ഭാർഗവിയമ്മ 70 വയസ്സ്, തന്റെ മകൾ ഗോമതിയുടെ മക്കളായ പൂത്തോട്ട് ഗോമതി മകൾ ഗൗരി 31 വയസ്സ്, വിനോദിന് 28 വയസ്സ്, അനില 20 വയസ്സ് എന്നിവർക്കായി പൂർണ്ണ മനസ്സോടുകൂടി എഴുതി കൊടുക്കുന്ന ഭാഗപത്രം. പൂത്തോട്ട് ഭാർഗവിയമ്മ 70 വയസ്സ്, പൂത്തോട്ട് ഗോമതി മകൾ ഗൗരി 31 വയസ്സ്, പൂത്തോട്ട് ഗോമതി മകൾ വിനോദിനി 28 വയസ്സ്. മോനെ, ചെറിയമ്മയെ വിളിച്ചോണ്ടോ? അച്ഛാ, ചെറിയമ്മ വായിലിറക്കുന്നില്ല. പ്ലീസ് വാതിൽ തുറക്കാൻ.